ഹായ്. നമ്മുടെ എസ് എസ് സിയുടെ ഈ വർഷത്തെ എക്സാംസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ അതിലും എസ് എസ് സിയുടെ CGL എക്സാം ആയാലും CS എക്സാം MTS എക്സാംസ് ഒക്കെ തന്നെ നമുക്ക് എല്ലാത്തിൻ്റെയും ഓൾറെഡി കുറച്ച് എക്സാംസിന് നോട്ടിഫിക്കേഷൻ ഓൾറെഡി വന്ന് എക്സാം നടക്കാൻ പോവാണ്. ചിലതിൻ്റെയൊക്കെ എക്സാംസ് ഓൾറെഡി നടന്നുകൊണ്ടിരിക്കുകയാണ്. ചിലതൊക്കെ നമുക്ക് ഇനി നോട്ടിഫിക്കേഷൻ ഉടനെ തന്നെ വരും. സോ ഒരുപാട് പേരും നമുക്ക് ഇപ്പം വെബിനാറൊക്കെ പോയ സമയത്തായാലും ഒക്കെ നമ്മളോട് പറഞ്ഞൊരു കാര്യമാണ്, പക്ഷേ ഈ വർഷത്തെ ചാൻസ് മിസ്സായിപ്പോയി. അപ്പോൾ ഈ വർഷം ഈ ഒരു എക്സാം എനിക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല, CGL അപ്ലൈ ചെയ്യാൻ പറ്റില്ല, ജസ്റ്റ് പാസ്വേഡ് ആയപ്പോഴത്തേക്കും തന്നെ നോട്ടിഫിക്കേഷൻ വന്നു എന്നൊക്കെ ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു സമയത്ത് തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ വർഷത്തെ എല്ലാ നോട്ടിഫിക്കേഷൻസും വന്നിട്ടില്ല, ഇനി ഒരുപാട് നോട്ടിഫിക്കേഷൻസ് വരാനുണ്ട്. പക്ഷേ പലരും അവരുടെ ഡ്രീം എന്ന് പറയുന്നത് അല്ലെങ്കിൽ അവർ ടാർഗറ്റ് ചെയ്യുന്നു എന്ന് പറയുന്നത് CGL ആയിരിക്കും ടാർഗറ്റ് ചെയ്യുന്നത്. എന്നാൽ അവർക്ക് ആ ഒരു ഗ്രാജുവേഷൻ ലെവലിലുള്ള ഏറ്റവും നല്ല പോസ്റ്റിലേക്ക് ഏറ്റവും നല്ല ഓർഗനൈസേഷനിലേക്ക് ജോയിൻ ചെയ്യണമെന്നായിരിക്കും ആഗ്രഹം. അപ്പോൾ അതിനെക്കുറിച്ച് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു, എങ്ങനെയാണ് ഇതിൻ്റെ ഒരു പ്രിപ്പറേഷൻ കൊണ്ടുപോകേണ്ടത് അല്ലെങ്കിൽ ബേസിക്കായിട്ട് അറിഞ്ഞിരിക്കേണ്ട കുറേ കാര്യങ്ങളെക്കുറിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഈ സെഷനിലും അവർക്ക് വേണ്ടി നമ്മൾ ഈ ഒരു ആദ്യമായിട്ടൊക്കെ പഠിച്ച് തുടങ്ങുന്നവർ SSCയുടെ എക്സാംസിന് വേണ്ടി എസ്പെഷ്യലി CGL എക്സാമിന് വേണ്ടിയൊക്കെ തന്നെ ആദ്യമായിട്ട് പഠിച്ച് തുടങ്ങുന്നവർ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതും ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കുറച്ച് കാര്യങ്ങളും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ SSCയുടെ CGL എക്സാം റിലേറ്റ് ചെയ്ത് നിങ്ങൾക്ക് ഒരു പ്രിപ്പറേഷൻ്റെ സമയത്ത് ഡെഫിനറ്റ്ലി നിങ്ങൾക്കൊരു മോട്ടിവേഷനും അറ്റ് ദ സെയിം ടൈം നിങ്ങൾ അതിനെക്കുറിച്ച് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളും ഇതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ചോദിച്ച പോലെ. അപ്പോൾ നമ്മുടെ SSC CGL അടുത്ത വർഷം 2026 നമുക്ക് പറയാം വെച്ചാൽ, ബിക്കോസ് ഈ വർഷത്തെ ഓൾറെഡി നമുക്കിപ്പോൾ എക്സാം തുടങ്ങുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ CGL 2026ലേക്ക് നമുക്ക് എങ്ങനെ പ്രിപ്പയർ ചെയ്യാം, അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. നിങ്ങൾ ആദ്യം തന്നെ ഇത് ഇപ്പോഴേ ഡിസ്കസ് ചെയ്യുന്നതിൻ്റെ മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ നിങ്ങൾ അറിയണം ദാറ്റ് ഒരിക്കലും CGLൻ്റെ എക്സാം നമുക്ക് 1 മാസം കൊണ്ട് 2 മാസം കൊണ്ട് പെട്ടെന്ന് നിങ്ങൾ പ്രിപ്പയർ ചെയ്ത് എക്സാം പോയി അങ്ങ് എഴുതാൻ പറ്റത്തില്ല. നമുക്ക് അത്യാവശ്യം ഒരു ലോങ് ടൈം പ്രിപ്പറേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. എസ്പെഷ്യലി നല്ലപോലെ ഫോക്കസ് ചെയ്യുന്നവരാണെങ്കിൽ Tier 1 മാത്രമല്ല Tier 2 നേരത്തെ ഫോക്കസ് ചെയ്ത് തുടങ്ങണം. അപ്പോൾ ഒരു മിനിമം നമുക്കൊരു എന്താ പറയുക ഒരു 8 months മുമ്പെങ്കിലും ഒരു 6 to 8 months മുമ്പെങ്കിലും നമ്മൾ നല്ലപോലെ ഒന്ന് പഠിച്ചു തുടങ്ങിയാൽ നമുക്ക് ഈ വരുന്ന CGL എക്സാംസ് നല്ലപോലെ പ്രിപ്പയർ ചെയ്യാൻ പറ്റും. അപ്പം പഠിച്ചു തുടങ്ങാൻ പറ്റുന്ന ഏറ്റവും നല്ല സമയം നമ്മുടെ ഇപ്പോഴത്തെ ഈ ഒരു ടൈമാണ്. നമുക്ക് ഇപ്പോഴേ പ്രിപ്പയർ ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ അടുത്ത വർഷം വരാൻ പോകുന്ന SSC CGL എക്സാംസിന് വേണ്ടി നല്ലപോലെ സീരിയസ് ആയിട്ട് പ്രിപ്പയർ ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നവർ, ഫോക്കസ് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നവർ, അവർക്ക് നല്ലപോലെ പ്രിപ്പയർ ചെയ്തുകൊണ്ട് അടുത്ത വർഷം വരുന്ന ആ ഒരു എക്സാംസ് നല്ലപോലെ CGL മാത്രമല്ല നിങ്ങൾക്ക് ഈ CGLൻ്റെ എക്സാമിന് മുമ്പ് തന്നെ SSCയുടെ ഈ വർഷത്തെ ചില എക്സാംസ് വരെ നിങ്ങൾക്ക് അത് നല്ലപോലെ എഴുതി നോക്കാൻ പറ്റും. പ്ലസ് നമുക്ക് അടുത്ത വർഷത്തെ ആ ഒരു ലോങ് ടേം ഗോളായിട്ട് നമ്മുടെ ആ ഒരു SSC CGL എക്സാംസിന് വേണ്ടി എങ്ങനെ ടാർഗറ്റ് ചെയ്യാം, അതിൻ്റെ അടുത്ത വർഷത്തെ മിക്കവാറും എക്സാംസിനൊക്കെ വേണ്ടി എങ്ങനെ ടാർഗറ്റ് ചെയ്യാം. എന്നാൽ നമുക്ക് ഈ ഒരു CGLനെ നോക്കുമ്പോൾ നമുക്ക് ഏതൊക്കെ എക്സാംസിൻ്റെ കൂടെയും പ്രിപ്പയർ ചെയ്യാൻ പറ്റും, എഴുതാൻ പറ്റും എന്നുള്ളത് കൂടി നമുക്ക് അതിന് കൂടെ മനസ്സിലാക്കുകയും ചെയ്യാം. അപ്പോൾ ആദ്യമായിട്ട് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് അതിനെക്കുറിച്ച് ഒരു ഐഡിയ ഉണ്ടായിട്ടില്ല. അപ്പോൾ അവർ കൂടി വേണ്ടിയാണ് മെയിനായിട്ട് ഈ ഒരു സെഷൻ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളുടെ അറിയാവുന്ന ഫ്രണ്ട്സ് ആണ് പ്രിപ്പയർ ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉള്ളവർ, അവർക്ക് ഉറപ്പായിട്ടും എന്ത് ചെയ്യുക, ഷെയർ ചെയ്ത് കൊടുക്കുക. അവർക്ക് ഒരു മോട്ടിവേഷൻ ആയിരിക്കും, അവർക്ക് ഇതിനെക്കുറിച്ച് മനസ്സിലാക്കി അറിഞ്ഞ് നിങ്ങൾക്ക് ഈവൻ ഒരുമിച്ച് പ്രിപ്പയർ ചെയ്യാൻ പ്ലാൻ ഉള്ളവരുണ്ട്. ഏറ്റവും നല്ലൊരു കാര്യമാണ് ഒരുമിച്ച് ഫ്രണ്ട്സൊക്കെ ആയിട്ട് പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ പ്രിപ്പയർ ചെയ്യാൻ പ്ലാൻ ഉള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് ഒരുമിച്ച് പ്രിപ്പയർ ചെയ്തും തുടങ്ങാം. അപ്പോൾ നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാം. എന്തൊക്കെയാണ് SSC എക്സാംസിലേക്ക് വരുമ്പോൾ എന്ന് നമുക്കവിടെ CGL എക്സാമിലേക്ക് വരുമ്പോൾ എന്തൊക്കെയാണ് അറിഞ്ഞിരിക്കേണ്ട ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാം. ഇപ്പോൾ SSC CGL എന്ന് പറഞ്ഞാൽ സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ, നമ്മുടെ സെൻട്രൽ ഗവൺമെൻറ് അണ്ടറിലുള്ള ഏറ്റവും ടോപ്പ് ഇൻസ്റ്റിറ്റ്യൂഷൻസിലേക്കുള്ള റിക്രൂട്ട്മെൻറ്റ്സ്, അതും ഏതെങ്കിലും 1-2 അല്ല, നമ്മുടെ ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂഷൻസിലേക്കുള്ള റിക്രൂട്ട്മെൻറ്റ് ആണ് നമ്മുടെ SSC കണ്ടക്ട് ചെയ്യുന്നത്. ഇപ്പോൾ നമുക്ക് പെട്ടെന്ന് പറയാനാണെങ്കിൽ ഭയങ്കര അട്രാക്റ്റീവായിട്ട് പെട്ടെന്ന് പറയുകയാണെങ്കിൽ നമുക്ക് CBI, അതുപോലെ NIA അങ്ങനെയൊക്കെയുള്ള ഇൻകം ടാക്സ്, അപ്പം പല യൂണിഫോം പോസ്റ്റുകൾ, നോൺ യൂണിഫോം പോസ്റ്റുകൾ, അങ്ങനെയൊക്കെയുള്ള മിനിസ്ട്രീസിലേക്ക്, പാർലമെന്റിലേക്ക്, ഇങ്ങനെയൊക്കെ എന്താ പറയുക, അത് അങ്ങനെയൊക്കെ ഉള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഓഫീസുകളിലേക്കൊക്കെ ഉള്ള റിക്രൂട്ട്മെന്റ്സ്, മിനിസ്ട്രീസിലേക്കുള്ള റിക്രൂട്ട്മെന്റ്സ്, ഇങ്ങനെയുള്ള റിക്രൂട്ട്മെന്റ്സ് ആണ് SSC ഹാൻഡിൽ ചെയ്യുന്നത്. അതിലും SSCയുടെ CGL എന്ന് പറയുമ്പോൾ കമ്പൈൻഡ് ഗ്രാജുവേറ്റ് ലെവൽ, ഒരു ഗ്രാജുവേറ്റ് ആയിട്ടുള്ള ക്വാളിഫിക്കേഷൻ ഉള്ള ഏതൊരാൾക്കും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു എക്സാമാണ് കമ്പൈൻഡ് ഗ്രാജുവേറ്റ് ലെവൽ എന്ന് പറയുന്നത്, CGL എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്കൊരു ഗ്രാജുവേഷൻ ഉണ്ടായിരിക്കണം, ഏതെങ്കിലും ഒരു ഡിഗ്രി മതി. പക്ഷേ ഇന്ന ഡിഗ്രി എന്ന് തന്നെ നിർബന്ധമൊന്നുമില്ല, പക്ഷേ നിങ്ങളൊരു ഗ്രാജുവേറ്റ് ആയിരിക്കണം, അവർക്ക് മാത്രമേ അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ എന്നുള്ളതും ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾക്ക് ഒരു ഗ്രാജുവേഷൻ ഡിഗ്രി ഉണ്ടായിരിക്കണം ഉറപ്പായിട്ടും. ഇനി നമുക്ക് ഇതിനെക്കുറിച്ച് അറിയുന്നത് എങ്ങനെ, അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് മനസ്സിലാക്കുന്നത് എങ്ങനെ, എപ്പോഴും എക്സാംസ് ഒക്കെ നടക്കാൻ പോകുന്നതെന്ന് മനസ്സിലാക്കുന്നത് എങ്ങനെ. SSC എല്ലാ വർഷവും അവസാനമാകുമ്പോൾ നമുക്ക് ഒരു ഡിസംബറൊക്കെ ആകുമ്പോൾ നമുക്ക് SSC ഒരു കലണ്ടർ റിലീസ് ചെയ്യും. എക്സാം കലണ്ടർ എന്നൊക്കെ നമ്മൾ അതിനെ വിളിക്കും, SSCയുടെ എക്സാം കലണ്ടർ. ആ കലണ്ടറിൻ്റെ അവർ എന്താ റിലീസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത വർഷം നടക്കാൻ പോകുന്ന SSCയുടെ അണ്ടറിലുള്ള എല്ലാ എക്സാംസും അതിൻ്റെ ഏകദേശം നോട്ടിഫിക്കേഷൻ എപ്പം വരും, നോട്ടിഫിക്കേഷൻ്റെ ലാസ്റ്റ് ഡേറ്റ് എന്നായിരിക്കും, അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് എന്നായിരിക്കും, എക്സാം ഏകദേശം എപ്പോഴത്തേക്കായിരിക്കും വരാൻ പോകുന്നത്, ഏത് മാസമായിരിക്കും, അല്ലെങ്കിൽ പറ്റുവാണെങ്കിൽ ഏത് ഡേറ്റ് ആയിരിക്കും എന്നുള്ളത് കൂടി ചേർത്തിട്ടാണ് അവർ റിലീസ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു കലണ്ടർ വെച്ചാണ് നമുക്ക് മനസ്സിലാവുന്നത് എക്സാംസ് എപ്പോഴാണ് വരാൻ പോകുന്നത്. ആൻഡ് ഈ ഒരു ഡേറ്റ്സ് വെച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പ്ലാൻ ചെയ്യാൻ പറ്റും. ഒരുപാട് കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ ഒന്ന് നമുക്ക് എക്സാം ഷെഡ്യൂൾ മനസ്സിലാക്കാൻ പറ്റും. ആ എക്സാം
ഷെഡ്യൂൾ വെച്ചുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമുക്ക് എത്രത്തോളം സമയം ഇനി ബാക്കിയുണ്ട് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി എന്നുള്ളതൊക്കെ മനസ്സിലാക്കുന്നതും നമ്മൾ അതിന് വേണ്ടിയുള്ള പ്രിപ്പറേഷൻ്റെ പ്ലാനിങ്സ് ചെയ്യുന്നതും. ഇപ്പം ഏത് മാസം ഏത് എക്സാം, അപ്പോൾ എത്ര പെട്ടെന്ന് സിലബസ് തീർക്കണം, എത്ര നാളിൻ്റെ പ്രാക്ടീസ് വേണ്ടി മാറ്റി വെക്കണം, എപ്പം മോക്ക് ചെയ്ത് തുടങ്ങാം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് നമ്മൾ ചെയ്തു തുടങ്ങുന്നു. അതുപോലെ എന്തൊക്കെ എക്സാംസ് ഉണ്ട്, ലിസ്റ്റ് ഓഫ് അപ്കമിങ് എക്സാംസ്, ഏതെങ്കിലും ഒരു എക്സാം മാത്രമല്ല ബാക്കി എന്തൊക്കെ എക്സാംസ് ഉണ്ട് എന്നുള്ളത് കൂടി നമുക്ക് മനസ്സിലാക്കാൻ ഈ ഒരു SSCയുടെ കലണ്ടറാണ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്. ഇപ്പോൾ ഒരു എക്സാമിന് വേണ്ടി നമുക്ക് ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിന് വേണ്ടി നമ്മുടെ ഈ വർഷത്തെ SSCയുടെ കലണ്ടർ എടുത്താൽ നിങ്ങൾക്ക് കാണാൻ പറ്റും നമ്മുടെ 2025-26 എക്സാം കലണ്ടറാണ്. ഇനി ഈ വർഷം അവസാനമാകുമ്പോൾ 2026-27 കലണ്ടർ ആയിരിക്കും SSC റിലീസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ നോക്കുമ്പോൾ പെട്ടെന്ന് മനസ്സിലാവും എന്തൊക്കെയാണ് ഈ SSCൻ്റെ ഈ എക്സാം കലണ്ടറിൽ ഇൻക്ലൂഡ് ആയിട്ട് വരുന്ന കാര്യങ്ങൾ എന്ന്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും നമുക്ക് ഇവിടെ സെലക്ഷൻ പോസ്റ്റ് ഉണ്ട്, സ്റ്റെനോഗ്രാഫിൻ്റെ എക്സാം ഉണ്ട്. അപ്പോൾ ഏതൊക്കെ എക്സാംസ് ഉണ്ട്, അപ്കമിങ് എക്സാംസ് ഏതൊക്കെയാണ് എന്ന് മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ നമ്മുടെ കമ്പൈൻഡ് ഹിന്ദി ട്രാൻസ്ലേറ്റർ, കമ്പൈൻഡ് ഗ്രാജുവേറ്റ് ലെവൽ എക്സാം. അപ്പോൾ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്കറിയാം, ഇതിനെക്കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, കമ്പൈൻഡ് ഗ്രാജുവേറ്റ് ലെവൽ എക്സാമിനേഷൻ. അപ്പോൾ അതേപോലെ തന്നെ അടുത്ത താഴെ നമുക്ക് കാണാൻ പറ്റും നമ്മുടെ ഡൽഹി പോലീസിലെ SIയുടെ പോസ്റ്റ്, സബ് ഇൻസ്പെക്ടറുടെ പോസ്റ്റ്. ഇവരോട് ഒരു ചോദിക്കുന്നതാണ് നമുക്ക് സെൻട്രൽ ഗവൺമെന്റിൽ SI ആക്കി, നമുക്കിപ്പോൾ സ്റ്റേറ്റ് ഗവൺമെന്റിൽ സ്റ്റേറ്റ് പോലീസിൽ SI ആയിട്ട് കിട്ടുന്നതിനെ കുറിച്ച് എല്ലാവർക്കും അറിയാം. പക്ഷേ സെൻട്രൽ SI ആയിട്ട് കിട്ടാൻ വഴിയുണ്ടോ? ഡൽഹി പോലീസ് എന്ന് പറയുന്നെങ്കിലും നിങ്ങൾക്കറിയാം ഒരു സെൻട്രലിൻ്റെ അണ്ടറിൽ വരുന്നതാണ്. അപ്പോൾ ആ ഒരു SI പോസ്റ്റ് എന്നൊക്കെ ഉള്ളതൊക്കെ നോക്കുന്നവരുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളവർക്ക് വേണ്ടിയൊക്കെ ആ ഒരു ഡൽഹി പോലീസൊക്കെ നിങ്ങൾ നോക്കാം. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ എന്തൊക്കെ അതിൻ്റെ അകത്ത് ഇൻക്ലൂഡഡ്. നമ്മുടെ ഇതിൻ്റെ ഒരു ആദ്യത്തെ കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷൻ, പേപ്പർ 1 കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷൻ, അതിൻ്റെ ഫസ്റ്റ് ഫേസ് ഓഫ് എക്സാം, ഇതൊക്കെ ഇതിൻ്റെ ഡേറ്റ്സ് ആണ് കൊടുത്തേക്കുന്നത്. ആൻഡ് നമുക്ക് അവിടെ കൊടുത്തേക്കുന്ന ഡേറ്റ്സ് ഈ കാണുന്ന ഡേറ്റ്സ് ആണ് നമുക്ക് ഈ നോട്ടിഫിക്കേഷൻ എപ്പം വരും എന്നുള്ള ഒരു ടെൻറ്റേറ്റീവ് ഡേറ്റ് എന്ന് പറയുന്നത്. അത് അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് ആണ് രണ്ടാമത് കൊടുത്തേക്കുന്നത്. ആൻഡ് നമ്മുടെ ആ എക്സാം ഏകദേശം എപ്പോഴത്തേന് കാണും എന്നുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ ഇവിടെ കൊടുത്തേക്കുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് 4 എക്സാം, നമുക്ക് ഇനി വരാതിരിക്കുന്ന എക്സാമിനെ കുറിച്ച് ചുമ്മാ എന്ന് പറയുവാണെങ്കിൽ നമുക്കിപ്പോൾ ഇവിടെ കൊടുത്തേക്കുന്ന കലണ്ടർ വെച്ച് ഇപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എഴുതാൻ പറ്റുന്ന ഒരു എക്സാമിനെ കുറിച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇപ്പോൾ നമുക്ക് കമ്പൈൻഡ് ഹയർ സെക്കൻഡറി ലെവൽ, നമ്മുടെ CHSL +2 ഡിഗ്രിയുള്ള ഏതൊരാൾക്കും എഴുതാൻ പറ്റുന്ന ഒരു എക്സാമാണ്. ഇതിൻ്റെ നമുക്ക് ഈ പറയുന്ന എക്സാം നടക്കാൻ പോകുന്ന നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന സെറ്റബിളാണ്. അപ്പോൾ നമുക്ക് ഒരു ഐഡിയ കിട്ടി എപ്പോഴും എക്സാം നടക്കാൻ പോകുന്നത്, അപ്പോൾ പ്രിപ്പറേഷന് വേണ്ടി എത്ര സമയമുണ്ട് എന്നൊക്കെ നമുക്കൊരു ഐഡിയ കിട്ടിയിട്ടുണ്ടായിരിക്കും. അതേപോലെ നമ്മുടെ ഇപ്പോൾ മൾട്ടി ടാസ്കിങ് സ്റ്റാഫ് MTS, ഓക്കെ, 10ാം ക്ലാസ് ക്വാളിഫിക്കേഷൻ മാത്രം വേണ്ടി വരുന്ന ഒരു എക്സാമാണ്. ഏതൊരാൾക്കും എഴുതാൻ പറ്റുന്ന ഒരു എക്സാമാണ്. അപ്പോൾ അതിൻ്റെ ഒരു നോട്ടിഫിക്കേഷൻ എപ്പം വരും, അതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് എന്താണ്, അതിൻ്റെ എക്സാം എപ്പോഴാണ്, നമുക്ക് ഈ കാര്യങ്ങളൊക്കെ ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാൻ പറ്റും. അപ്പം എനിക്ക് തോന്നുന്നു നിങ്ങൾ ഒരുപാട് പേരും SSCയുടെ MTS എക്സാംസിന് വേണ്ടിയൊക്കെ എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കും, അപ്ലൈ ചെയ്തിട്ടുണ്ടായിരിക്കും, അല്ലെങ്കിൽ അപ്ലൈ ചെയ്യും. ആൻഡ് നമ്മുടെ എക്സാംസ് വരുന്ന ഏകദേശം ഏത് സമയത്താണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇതേപോലെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഏതൊക്കെ എക്സാംസ് ഉണ്ട്, ഇനി വേറെയും ഒരുപാട് എക്സാംസ് നിങ്ങൾക്ക് കാണാൻ പറ്റും, വേറെ ഏതൊക്കെ എക്സാംസ് ഉണ്ട്, ഇതിൻ്റെ ഒരു ഡേറ്റ്സ് എപ്പോഴാണ് എന്നുള്ളതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതിലും വേറൊരു വളരെ ഇമ്പോർട്ടൻറ്റ് നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ ആദ്യമേ ടാർഗറ്റ് ചെയ്യാൻ പറ്റുന്നത്, ഇപ്പം പ്രിപ്പയർ ചെയ്ത് തുടങ്ങുന്നവർക്ക് വേണ്ടി ഞാൻ പറയുക, ആദ്യമേ ടാർഗറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു എക്സാം ഏതാണെന്ന് നിങ്ങൾക്ക് ഈ എക്സാംസ് വേണമെങ്കിൽ നോക്കാം. SSCയുടെ GD കോൺസ്റ്റബിൾ എക്സാം. GD കോൺസ്റ്റബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ 10ാം ക്ലാസ് ക്വാളിഫിക്കേഷൻ മാത്രം മതി. ഒറ്റ എക്സാമേ ഉള്ളൂ, ഒറ്റ സിംഗിൾ എക്സാം. പക്ഷേ നമ്മുടെ കോൺസ്റ്റബിൾ ആയതുകൊണ്ട് നമുക്ക് അവിടെ ഫിസിക്കൽ ടെസ്റ്റ്, ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ടെസ്റ്റ്, ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ്, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്ക് അവിടെ വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യുന്നവർക്ക്, ഇപ്പോൾ സീസണിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവരാണെങ്കിൽ പോലും നിങ്ങൾക്ക് ഈ ഒരു എക്സാം ട്രൈ ചെയ്ത് നോക്കാം. നമുക്ക് നോട്ടിഫിക്കേഷൻ ഒക്ടോബറിലേ വരത്തുള്ളൂ, അതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് നവംബറിലേ ഉള്ളൂ, എക്സാം ജനുവരി ഫെബ്രുവരിയിലേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് അടുത്ത വർഷം ജനുവരി ഫെബ്രുവരി, അപ്പോൾ അത്യാവശ്യം നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഏകദേശം ഒരു 6 മാസം സമയം എന്തായാലും കിട്ടുന്നുണ്ട് വരുന്ന എക്സാംസിന് വേണ്ടി, ഈ ഒരു എക്സാമിന് വേണ്ടി. അപ്പോൾ നിങ്ങൾക്ക് ആ പ്രിപ്പറേഷൻ ചെയ്തിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ ഒരു എക്സാമിനെ ആദ്യത്തെ ഷോർട്ട് ടേം ഗോൾ ആയിട്ട് കീപ്പ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ അറ്റൻഡ് ചെയ്ത് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഒരു ഐഡിയയും കിട്ടും എത്രത്തോളം നിങ്ങൾക്ക് നല്ലപോലെ ചെയ്യാൻ പറ്റുന്നു, എന്തെങ്കിലും മിസ്റ്റേക്സോ ഡ്രോബാക്സോ വരുന്നുണ്ടോ അതിനെ ശരിയായിക്കൊണ്ട് ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് ഒരു ഓഗസ്റ്റ് ഒക്കെ ആകുമ്പോഴത്തേന്, അല്ലെങ്കിൽ ജൂലൈ ഓഗസ്റ്റ് ആകുമ്പോഴത്തേന് നിങ്ങളുടെ CGL എക്സാം വരുമ്പോഴത്തേന് നിങ്ങൾക്ക് ഇവിടെ വരുന്ന എന്തെങ്കിലും ഡ്രോബാക്സോ എന്തെങ്കിലും മിസ്റ്റേക്സ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ശരിയാക്കിക്കൊണ്ട് നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ വരുന്ന CGL എക്സാംസ് നല്ലപോലെ അറ്റൻഡ് ചെയ്യാൻ പറ്റും. ആദ്യമേ നേരെ പോയി എഴുതുന്ന എക്സാം CGL ആയിരിക്കില്ല, ഇതേപോലത്തെ ഏതെങ്കിലും എക്സാംസ് നേരത്തെ ഒന്ന് അറ്റൻഡ് ചെയ്താൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അതൊക്കെ റിസോൾവ് ചെയ്തുകൊണ്ട് ആ എക്സാമിന് പോയി എഴുതാൻ നിങ്ങളെ ഡെഫിനറ്റ്ലി അത് ഹെൽപ്പ് ചെയ്യും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ആ ടെൻഷൻ ആദ്യമായിട്ട് ഒരു എക്സാമിന് പോകുന്ന ടെൻഷൻ നിങ്ങൾക്ക് അവിടെ കുറയ്ക്കാൻ നിങ്ങളത് ഹെൽപ്പ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഒരു ലോങ് ടേം പ്രിപ്പറേഷൻ്റെ കൂടെ നമുക്കൊരു എക്സ്പീരിയൻസ്, ഒരു അതേ SSCയുടെ തന്നെ വേറെ എക്സാംസിൽ ജസ്റ്റ് ഒന്ന് പോയിട്ടുള്ളൊരു എക്സ്പീരിയൻസ് എപ്പോഴും നല്ലതാണ്. നമുക്ക് ഒരു എക്സാമിന് പോകുന്നതിന് മുമ്പ് നമ്മളെ ഹെൽപ്പ് ചെയ്യും, നമുക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനും ഒക്കെ നമ്മളത് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് ഒരു ഐഡിയ കിട്ടിയെന്ന് വിശ്വസിക്കുന്നു. ഇനി നമുക്ക് എന്തുകൊണ്ട് SSC എക്സാംസ്, അല്ലെങ്കിൽ എന്തുകൊണ്ട് SSC CGL, ഇപ്പോൾ നമ്മൾ CGLനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ എന്തുകൊണ്ട് SSC CGL ആൻഡ് മോറോവർ എന്തുകൊണ്ട് SSC എക്സാം, ഒരുപാട് റീസൺസ് ഉണ്ട്. പെട്ടെന്ന് ചില റീസൺസിനെ കുറിച്ച് നമ്മളൊന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഹൈ ജോബ് സെക്യൂരിറ്റി തരുന്ന ഒരു ജോബാണ് നമ്മുടെ ഈ ഗവൺമെൻറ് ജോബ്സ് എന്ന് പറയുന്നത് തന്നെ. അതിലും സെൻട്രൽ ഗവൺമെൻറ് ജോബ്സ് എന്ന് പറയുമ്പോൾ പിന്നെ ഒരുപാട് കാര്യങ്ങൾ, നമുക്ക് വളരെ സ്റ്റേബിൾ ആയിട്ടുള്ള ഇൻകം, ഓരോ സമയം കഴിയും തോറും അതിൽ വരുന്ന ഗ്രോത്ത്, എല്ലാ വർഷവും അതിൽ വരുന്ന ചില ഗ്രോത്ത്സ് ഉണ്ട്, DAയും അങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പം
അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ. അതുപോലെ ടൈം ടു ടൈം നമ്മുടെ പേ കമ്മീഷൻ വരും. ഇപ്പോൾ നിങ്ങൾക്കറിയാം അടുത്ത 8th പേ കമ്മീഷൻ വരാൻ പോവുക. അപ്പോൾ അവിടെ സാലറിയിൽ ഒരു 20 to 30% ഇൻക്രീസ് വരും. അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കും. അത് ടൈം ടു ടൈം സംഭവിക്കും. അതുകൂടാതെ എല്ലാ വർഷവും DAയും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൂട്ടിക്കൊണ്ടേയിരിക്കും ടൈം ടു ടൈം. അപ്പോൾ അതും ഇൻക്രീസ് ആവും. അപ്പോൾ ഇങ്ങനെ ആണ് നമുക്ക് വരുന്നത്. അപ്പോൾ നമുക്കവിടെ നല്ല സ്റ്റേബിൾ ഇൻകം എന്ന് മാത്രമല്ല, ഒരു സ്റ്റേബിൾ ഗ്രോത്ത് ഉള്ള ഇൻകം എന്ന് കൂടി നമുക്ക് പറയാൻ പറ്റും. അതേപോലെ തന്നെ ഏതെങ്കിലും ഒരു പോസ്റ്റിലേക്കല്ല റിക്രൂട്ട്മെന്റ് നടക്കുന്നത്. ഒരുപാട് പോസ്റ്റുകളും ഒരുപാട് ഡിപ്പാർട്ട്മെന്റ്സിലേക്കാണ് റിക്രൂട്ട്മെന്റ് നടത്തുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കവിടെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ടെന്ന് വേണമെങ്കിൽ പറയാം. ഇപ്പോൾ ഡ്രീമായിട്ട് ചിലരെങ്കിലും വിചാരിക്കുന്ന ചില പോസ്റ്റുകളുണ്ടെങ്കിൽ ആ പോസ്റ്റിലേക്ക് തന്നെ നിങ്ങൾക്ക് ടാർഗറ്റ് ചെയ്യാം. ഒരു വട്ടം എഴുതിയിട്ട് നിങ്ങൾക്ക് ആ ടാർഗറ്റ് അച്ചീവ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ, വേറെ ഏതെങ്കിലും ഒരു ടാർഗറ്റാണ് അച്ചീവ് ചെയ്യുന്നതെങ്കിൽ അടുത്ത വർഷം നിങ്ങൾക്ക് വീണ്ടും എക്സാം എഴുതി അതേ ടാർഗറ്റിലേക്ക് നിങ്ങൾക്ക് അച്ചീവ് ചെയ്യാം. ഇപ്പോൾ നിങ്ങൾ ആദ്യമേ നിങ്ങളിപ്പം CBI ആവണം അല്ലെങ്കിൽ CBIയിൽ കയറണം എന്നായിരിക്കും നിങ്ങൾക്ക് ഇൻട്രസ്റ്റ്. ആദ്യം നിങ്ങൾ ചെയ്തപ്പോൾ നിങ്ങൾ ചിലപ്പോൾ അത് പറ്റിയില്ല, ചിലപ്പോൾ നിങ്ങൾക്ക് ഇൻകം ടാക്സ് ആയിരിക്കും കിട്ടുന്നത്. അടുത്ത വർഷം വീണ്ടും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കുറച്ചുകൂടി നല്ലപോലെ പ്രിപ്പയർ ചെയ്ത് നിങ്ങൾക്ക് ഇൻകം ടാക്സ് ജോയിൻ ചെയ്തുകൊണ്ട് തന്നെ അടുത്ത വർഷം നിങ്ങൾക്ക് കുറച്ചുകൂടി നല്ലപോലെ പ്രിപ്പയർ ചെയ്തുകൊണ്ട് വീണ്ടും CGL എക്സാം എഴുതി നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോസ്റ്റിലേക്ക് നിങ്ങൾക്ക് പോകാം, ഇഷ്ടമുള്ള ഡിപ്പാർട്ട്മെന്റിലേക്ക് നിങ്ങൾക്ക് പോകാം. അപ്പം അങ്ങനെ ഒരുപാട് ഓപ്പർച്യൂണിറ്റി, ഒരു വൈഡ് റേഞ്ച് ഓഫ് ഓപ്പർച്യൂണിറ്റിയോടെയാണ് നമുക്കവിടെ വരുന്നത് എന്ന് നമുക്ക് പറയാം. പിന്നെ അട്രാക്റ്റീവ് സാലറി, നിങ്ങൾക്കറിയാം സാലറി സ്കെയിൽ എന്ന് പറയുന്ന SSCയുടെ ഏറ്റവും എന്താ പറയുക ലോ ലെവൽ പോസ്റ്റ് എന്ന് പറയുന്നത് MTS ആണ്. ആൻഡ് അതിന് തന്നെ സ്റ്റാർട്ടിംഗ് സാലറി എന്ന് പറയുന്നത് 33,000 ആണ് സ്റ്റാർട്ടിംഗ് സാലറി ഏകദേശം വരുന്നത്. അപ്പോൾ നമ്മുടെ CGL എന്നൊക്കെ പറയുമ്പം അവിടെ നമുക്ക് നല്ലൊരു സാലറി ലൈക്ക് അറൗണ്ട് ഒരു 80,000 90,000 പ്ലസ് സാലറിയാണ് നമുക്കവിടെ വരുന്നത്. ഓൾമോസ്റ്റ് ഇൻ ഹാൻഡ് കിട്ടുന്ന സാലറീസ് തന്നെ ഓൾമോസ്റ്റ് 80,000 ആ റേഞ്ച് ഇൻ ഹാൻഡ് കിട്ടും. നമുക്ക് ബാക്കിയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ പോയതിനു ശേഷം, നിങ്ങൾക്കറിയാം കുറച്ച് പെൻഷനോ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ വേണ്ടി പോയതിനു ശേഷം, ഫ്യൂച്ചറിലേക്കുള്ള കാര്യങ്ങൾക്ക് വേണ്ടി പോയതിനു ശേഷം നമുക്ക് ഈ പറഞ്ഞ അറൗണ്ട് 80,000 ആണ് നമ്മുടെ കയ്യിൽ കിട്ടുന്ന ഇൻ ഹാൻഡ് സാലറി എന്നൊക്കെ പറയുന്നത്. ആൻഡ് നിങ്ങൾക്കറിയാം നേരത്തെ പോലെ പേ കമ്മീഷൻ വരുമ്പോഴത്തേക്കും ഉറപ്പായിട്ട് സാലറീസ് ഒക്കെ 1 lakhന്റെ മേളിൽ പോവുകയും ചെയ്യും നല്ല നല്ല പോസ്റ്റുകളുടെ. അപ്പോൾ ആ ഏതൊക്കെ പോസ്റ്റ് ഉണ്ട് എന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് നമ്മളോട് പോകുമ്പോൾ ഡെഫിനറ്റ്ലി കാണിച്ചു തരാം. അപ്പോൾ ഒരുപാട് എന്താ പറയുക നമ്മൾ നേരത്തെ പറഞ്ഞ അലവൻസുകളുണ്ട്, ടൈം ടു ടൈം പ്രൊമോഷൻസ് ഉണ്ട്, അപ്പം പിന്നെയും സാലറി കൂടും. ഇത് കൂടാതെ നമുക്ക് ഈ പറയുന്ന നമ്മുടെ അത്യാവശ്യം വളരെ നല്ല സാലറി ഇനിഷ്യലി നമ്മൾ ജോയിൻ ചെയ്യുമ്പോൾ തന്നെ ഉണ്ട്. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. പിന്നെ വളരെ റെസ്പെക്റ്റബിൾ ജോബാണ്. നിങ്ങൾക്കറിയാം ഒരു സെൻട്രൽ ഗവൺമെൻറ് ഏജൻസി വർക്ക് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ തന്നെ നമുക്കവിടെ കിട്ടുന്ന റെസ്പെക്റ്റ് ഉണ്ട്. ആ ഒരു വളരെ റെസ്പെക്റ്റബിൾ ജോബാണ്. അതുപോലെ ഗ്രോത്ത് ഓപ്പർച്യൂണിറ്റീസിനെ കുറിച്ച് ഞാൻ ഓൾറെഡി നേരത്തെ നിങ്ങളോട് പറഞ്ഞു. നിങ്ങൾക്ക് ഈവൻ ഡിപ്പാർട്ട്മെൻറ്റ് എക്സാംസ് എഴുതാം, അടുത്ത വർഷം ഇതേ എക്സാംസ് എഴുതി കുറച്ചുകൂടി ബെറ്റർ പോസ്റ്റിലേക്ക് നിങ്ങൾക്ക് പോകാം. ഇങ്ങനെ ഒരുപാട് എന്താ പറയുക ഗ്രോത്ത് ഓപ്പർച്യൂണിറ്റീസ് അവിടെ വരുന്നുണ്ട്. ഇത് കൂടാതെ തന്നെ മോസ്റ്റ് ഓഫ് ദി പോസ്റ്റുകൾക്കും ഫിക്സഡ് വർക്കിംഗ് ഹവേഴ്സ് ഉണ്ട്. എല്ലാത്തിനും പറയുന്നില്ല, ചില ഫോഴ്സിൻ്റെ ഒക്കെ പോസ്റ്റിലാണെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് അവിടെ എക്സ്ട്രാ വർക്ക് ചെയ്യേണ്ടി വരും. പക്ഷേ അതിന് എക്സ്ട്രാ പേ എന്തായാലും കാണും. പക്ഷേ ഈ പറയുന്ന പോലെ ഫിക്സഡ് ആയിട്ടുള്ള വർക്കിംഗ് അവേഴ്സ് ഉണ്ട്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം പോസ്റ്റുകൾക്കൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം വർക്ക് ലൈഫ് ബാലൻസ് ഒക്കെ നിങ്ങൾക്ക് പ്രോപ്പർലി കീപ്പ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നാഷണൽ ലെവൽ പോസ്റ്റിംഗ് ആണ് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു സ്ഥലത്ത് തന്നെ ലൈഫ് ടൈം നിൽക്കുക എന്നുള്ള ഒരു ആംഗിൾ അല്ല. നിങ്ങൾക്ക് എന്താ പറയുക പ്ലേസ് ടു പ്ലേസ് ചേഞ്ച് ചെയ്യാനും പറ്റും. അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് അതുപോലെ തന്നെ ഓൾ ഇന്ത്യ പോസ്റ്റിംഗ് ആണ് നമുക്കവിടെ വരുന്നത് എന്ന് നമുക്ക് പറയാം. അതുപോലെ പിന്നെ ഫീസിലേക്കൊക്കെ വരുമ്പം ഇവൻ ഒരു എക്സാം സൈഡിലേക്ക് വരുന്ന കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം വുമൺ കാൻഡിഡേറ്റ്സിനൊന്നും ഫീസ് ഇല്ല, അവർക്ക് കംപ്ലീറ്റ്ലി ഫ്രീ ആണ്. മെയിൽ കാൻഡിഡേറ്റ്സ് വരുമ്പോൾ ജനറൽ കാറ്റഗറി OBC കാറ്റഗറിക്ക് മാത്രമേ ഫീസ് ഉള്ളൂ. ബാക്കി SC ST കാറ്റഗറിക്കോ അങ്ങനെയൊക്കെ ഉള്ളവർക്കൊന്നും ഫീസ് ഇല്ല. അപ്പോൾ ഇങ്ങനെയുള്ള കേസുകളും ഇങ്ങനെയുള്ള കാര്യങ്ങളും നമുക്കവിടെ വരുന്നുണ്ട്. പിന്നെ കംപ്ലീറ്റ്ലി മെറിറ്റ് ബേസ്ഡ് സെലക്ഷനാണ് നടക്കുന്ന. ഇൻ്റർവ്യൂ അങ്ങനെയുള്ള വേറെ കാര്യങ്ങളൊന്നുമില്ല. കംപ്ലീറ്റ്ലി മെറിറ്റ് ബേസ്ഡ് സെലക്ഷൻ പ്രോസസ്സാണ് നമുക്കവിടെ നടക്കുന്നത്. പിന്നെ ഇത് കൂടാതെ തന്നെ നമുക്ക് വരുന്ന ബാക്കിയുള്ള ബെനിഫിറ്റ്സ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ സാലറിയുടെ ചെറിയ പോർഷൻ NPSന് വേണ്ടിയും മെഡിക്കൽ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ വേണ്ടി പോകും. ഇത് കൂടാതെ നമുക്ക് കിട്ടുന്ന അല്ലാത്ത ബെനിഫിറ്റ്സ് ഉണ്ട്, ലൈക്ക് മെഡിക്കൽ ആയാലും ട്രാവൽ ആയാലും ഹൗസിംഗ് ബെനിഫിറ്റ്സ് ആയാലും പെയ്ഡ് ലീവ്സ് ആയാലും അങ്ങനെയുള്ള ഒരുപാട് ബെനിഫിറ്റ്സ് വേറെയും ഉണ്ട്. അപ്പോൾ ഇതിപ്പോൾ ഞാൻ കുറച്ച് എക്സാമ്പിൾസും അത് പറഞ്ഞിട്ടുള്ളൂ. ഇതിപ്പം ഞാൻ ആ ഒരു ജോബിൻ്റെ സൈഡിലുള്ള എക്സാമ്പിൾസാണ് പറഞ്ഞത്, ലൈക്ക് എന്തൊക്കെ ബെനിഫിറ്റ്സ് ഉണ്ട് എന്നുള്ളത്. ഇതല്ലാതെ വേറെ ചില ആംഗിളിലുള്ള ബെനിഫിറ്റ്സിനെ കുറിച്ച് ഞാൻ പറയുകയാണെങ്കിൽ, ഒന്ന് നമുക്ക് എന്തുകൊണ്ട് SSC CGL എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്ന് അതിൻ്റെ വേക്കൻസി. നമുക്ക് അത്യാവശ്യം നല്ല വേക്കൻസിക്കാണ് ഇത് വിളിക്കുന്നത്. ആൻഡ് ടൈം ടു ടൈം അത് കൂടി വരുവാണ് എന്ന് നമുക്ക് പറയാം. ഇപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റും ഏതെങ്കിലും ഒരു വർഷത്തെ വേക്കൻസി അല്ല വെച്ചിരിക്കുന്നത്, കഴിഞ്ഞ ഒരു 7-8 വർഷത്തെ വേക്കൻസി വെച്ചിട്ടുണ്ടെന്ന് പറയാം. 2017 തൊട്ടുള്ള വേക്കൻസി അവിടെ ഉണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റും ആ വേക്കൻസി കൂടിയും കുറഞ്ഞൊക്കെയാണ് നിൽക്കുന്നെങ്കിലും നമ്മളൊരു ഓവറോൾ ആവറേജ് ട്രെൻഡ് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും അതൊരു ഗ്രോത്ത് ആണ് അവിടെ കൂടുതലും വന്നേക്കുന്നത്. ഇപ്പോൾ 9,000 ഉണ്ടായിരുന്നു, 11,000 ഉണ്ടായിരുന്നു. പിന്നെ കോവിഡ് സമയമായപ്പോൾ നമുക്ക് അത് ചെറിയൊരു ഡിക്രീസ് വന്നു അവിടെ 8,000. പിന്നെ അതിനുശേഷം 7,000. കോവിഡ് സമയം കഴിഞ്ഞ ഉടനെ വളരെ വലിയൊരു ഇൻക്രീസ് വന്നു, 37,000 വേക്കൻസിക്കാണ് വിളിച്ചത്. അതിനുശേഷം പിന്നെയും നമുക്കൊരു 8,000 വളരെ വലിയൊരു എന്താ പറയുക ഗ്രൂപ്പിനെ റിക്രൂട്ട് ചെയ്തു. അതുകൊണ്ട് തന്നെ അതിൻ്റെ അടുത്ത വർഷം വേക്കൻസി കുറച്ചൊന്ന് കുറഞ്ഞു. പക്ഷേ വീണ്ടും നമുക്ക് ഈ പറഞ്ഞ 17,000 വേക്കൻസിക്ക് വിളിച്ചു. എന്നിട്ട് ആ വേക്കൻസി പിന്നെ ഓൾമോസ്റ്റ് 18,174 വേക്കൻസി ആയിട്ട് ഇൻക്രീസ് ആയി. അതുപോലെ ഈ വർഷം നമുക്ക് വിളിച്ചേക്കുന്ന വേക്കൻസി എന്ന് പറയുന്നത് 14,582 വേക്കൻസിക്കാണ് വിളിച്ചത്. അതിനുശേഷം ഇപ്പോൾ ചെറുതായിട്ട് ഇൻക്രീസ് ആയി. പക്ഷേ അതിൻ്റെ ശരിക്കുള്ള ഫൈനൽ കൗണ്ട് നമുക്ക് ഇനി എക്സാമിൻ്റെ ഒക്കെ റിസൾട്ട് വരുമ്പോഴത്തേക്കും അറിയാൻ പറ്റത്തുള്ളൂ.
അപ്പോൾ അത് എത്രയാണ് എന്നുള്ളത് നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ അറിയാം. ഇപ്പോൾ ചെറിയൊരു ഇൻക്രീസ് പിന്നെയും വന്നിട്ടുണ്ട്, പക്ഷേ അതിൽ ശരിക്കും വരുന്ന ടോട്ടൽ ഇൻക്രീസ് എന്താണ് എന്നുള്ളത് നമുക്ക് ഓൾമോസ്റ്റ് ഈ സീസണിൻ്റെ റിസൾട്ട് വരുമ്പോഴത്തേക്കും നമുക്ക് അറിയാൻ പറ്റത്തുള്ളൂ ശരിക്കും ഏറ്റവും അപ്ഡേറ്റഡ് വേക്കൻസി എത്രയാണ്. അത് നമുക്ക് മിക്കവാറും ഈ പറഞ്ഞ പോലെ 15,000 ഇപ്പോൾ കഴിഞ്ഞ വർഷത്തെ ഒരു ആംഗിളിൽ പറയുവാണെങ്കിൽ കഴിഞ്ഞ വർഷം നമുക്ക് പിന്നെ ഒരു 500 കൂടി കൂടിയിട്ടുണ്ട്. സോ മേ ബി നമുക്കൊരു 15,000 അടുപ്പിച്ച് അതിൻ്റെ മേളിലോട്ട് നമുക്ക് പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ എന്തുകൊണ്ട് എന്നുള്ളൊരു ക്വസ്റ്റിൻ്റെ വേറൊരു റീസണാണ് നമ്മുടെ വേക്കൻസി എന്ന് പറയുന്നത്. ഇത് കൂടാതെ പിന്നുള്ള കാര്യങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ വേറെയും ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ കൂടാതെ ഉള്ള കുറച്ച് കാര്യങ്ങൾ അല്ലെങ്കിൽ അതുകൂടി ഇൻക്ലൂഡ് ആയിട്ടുള്ള കുറേ കാര്യങ്ങളാണ് നിങ്ങൾ എൻ്റെ ബാക്കിൽ കാണുന്നതെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഓക്കെ, ഇപ്പോൾ നമുക്ക് CGL എക്സാമിന് വേണ്ടി നമുക്ക് ഈ പറഞ്ഞ വേക്കൻസി നമുക്കറിയാം. പക്ഷേ SSCയുടെ എക്സാംസ് ബാക്കിയുള്ള എക്സാംസ് കൂടി എടുക്കുകയാണെങ്കിൽ നമുക്ക് ഇതേ സെയിം എന്താ പറയുക പാറ്റേണിലും സിലബസിലുമാണ് എക്സാംസ് മിക്കവാറും നടക്കുന്നത്. ആൻഡ് അങ്ങനെയുള്ള ബാക്കി SSCയുടെ എക്സാംസ് എല്ലാം കൂടി എടുത്തു കഴിഞ്ഞാൽ 1,00,000 കൂടുതൽ വേക്കൻസീസ് ഉണ്ട് SSCയുടെ ബാക്കി എക്സാംസ് കൂടി കമ്പൈൻ ചെയ്യുമ്പോൾ. അതുപോലെ സാലറി നമ്മൾ നേരത്തെ പറഞ്ഞാൽ 33,000 to ഓൾമോസ്റ്റ് 80,000 പ്ലസ് ആണ് നമ്മുടെ കയ്യിൽ കിട്ടുന്ന സാലറി എന്ന് പറയുന്നത്. അതുപോലെ ഗ്രോത്ത് ഓപ്പർച്യൂണിറ്റീസ് ആയാലും എംപ്ലോയി ബെനിഫിറ്റ് സ്കീംസ് ആയാലും നിങ്ങൾക്ക് വളരെ പവർഫുൾ ആയിട്ടുള്ള പോസ്റ്റുകളായാലും എക്സ്ട്രാ വർക്കിംഗ് ഹവേഴ്സിന് എക്സ്ട്രാ സാലറി ആയാലും അതുപോലെ തന്നെ വളരെ പവർഫുൾ ആയിട്ടുള്ള യൂണിഫോം പോസ്റ്റുകളുണ്ട്. ഒരു വർഷത്തെ 6 കൂടുതൽ എക്സാം ഉണ്ട്. ഏതെങ്കിലും ഒരു എക്സാം മിസ്സായി കഴിഞ്ഞാൽ UPSC പോലെ അടുത്ത വർഷം ഇനി അത് വരുമ്പോഴേ എഴുതാൻ പറ്റത്തുള്ളൂ എന്നൊരു പ്രശ്നമില്ല. ഒരു എക്സാം മിസ്സായി കഴിഞ്ഞാൽ ചിലപ്പോൾ അതേ എക്സാം അല്ലെങ്കിലും തൊട്ട് കുറേ SSCയുടെ വേറൊരു എക്സാം വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് 6 കൂടുതൽ എല്ലാവർക്കും എഴുതാൻ പറ്റുന്ന എക്സാംസ് ഉണ്ട്. സോ ഒരു ഓപ്പർച്യൂണിറ്റി എന്തെങ്കിലും കാണുകൊണ്ട് മിസ്സായാലും നിങ്ങൾക്ക് ഒരിക്കലും അവിടെ വിഷമിക്കേണ്ട ആവശ്യമില്ല, അടുത്ത വർഷം വരെ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഡെഫിനറ്റ്ലി ഇപ്പോൾ CGL മിസ്സായി കഴിഞ്ഞാൽ അടുത്ത വർഷം CGL വരെ വെയിറ്റ് ചെയ്യണം. പക്ഷേ CGLന്റെ തൊട്ട് കുറേ CS-ലോ MTS-ഓ GD-ഓ CPO ഇങ്ങനെയുള്ള എക്സാംസ് ഒക്കെ തന്നെ ഉണ്ട്. അതെല്ലാം ഇതേ സിലബസിൽ നടക്കുന്നതാണ്. നിങ്ങൾക്ക് പോസ്റ്റിൽ വ്യത്യാസം ഉണ്ടെന്നേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഒരിക്കലും അവിടെ അടുത്ത വർഷം വരെ എന്നൊരു ആംഗിൾ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. തൊട്ട് പുറകെ വരുന്ന ബാക്കിയുള്ള SSC എക്സാംസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അറ്റൻഡ് ചെയ്യാൻ പറ്റും. അതുപോലെ എല്ലാത്തിനും കോമൺ സിലബസ് ആണ്. ഇത് കൂടാതെ നമ്മൾ നേരത്തെ പറഞ്ഞ കുറേ ബെനിഫിറ്റ്സ്, ഓക്കെ, ആ ബെനിഫിറ്റ്സ് ഒക്കെ നമുക്ക് അവിടെ വരുന്നുണ്ട്. നിങ്ങൾക്ക് അതൊക്കെ വായിച്ചു നോക്കാവുന്നതേ ഉള്ളൂ. ഒരുപാട് ബെനിഫിറ്റ്സ് ആണ് വരുന്നത്. പറയാൻ തുടങ്ങി നമുക്ക് പറഞ്ഞുകൊണ്ടിരിക്കേണ്ടി വരും. അത്രയും മാത്രം ബെനിഫിറ്റ്സ് ഉണ്ട്. ഇനി നമ്മൾ ഇതിനു വേണ്ടി പ്രിപ്പയർ ചെയ്തു തുടങ്ങുമ്പോൾ നമ്മുടെ ഏറ്റവും വലിയൊരു മോട്ടിവേഷനാണ് സാലറി നിങ്ങൾ അറിഞ്ഞു. ഓക്കെ, ആൻഡ് ഇനി അതിൽ വരാൻ പോകുന്ന ഇൻക്രീസിനെ കുറിച്ച് നിങ്ങൾ അറിഞ്ഞു. ഇനി അത് കൂടാതെ വേറൊരു ഏറ്റവും വലിയ മോട്ടിവേഷൻ എന്ന് പറയുന്നതാണ് നമ്മുടെ ഈ പോസ്റ്റുകൾ. നിങ്ങൾക്ക് ആ പോസ്റ്റുകൾ ഒന്ന് വായിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു മോട്ടിവേഷൻ ഉണ്ട്, ആ ഒരു പവർ ഉണ്ട്. ആ ഒരു ഫീൽ നമുക്ക് ഡെഫിനറ്റ്ലി എക്സാം പ്രിപ്പറേഷന് വേണ്ടി ഡെഫിനറ്റ്ലി നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. അപ്പം ഫ്യൂച്ചറിൽ പ്രിപ്പയർ ചെയ്യാവുന്നവർക്ക് വേണ്ടി നിങ്ങൾക്ക് ആ പോസ്റ്റുകളുടെ പേരുകൾ നമുക്ക് ജസ്റ്റ് ഒന്ന് ഓടിച്ച് നോക്കാം. ആ പോസ്റ്റിൽ നമുക്ക് നോക്കുകയാണെങ്കിൽ അസിസ്റ്റന്റ് ഓഡിറ്റ് ഓഫീസർ, അസിസ്റ്റന്റ് അക്കൗണ്ട്സ് ഓഫീസർ, ഈ 2 പോസ്റ്റുകൾ നേരത്തെ വിളിക്കുമായിരുന്നു. ഇപ്പം നമുക്ക് റീസെന്റ് കഴിഞ്ഞ 2 വർഷത്തിൻ്റെ ഇടയ്ക്ക് വിളിച്ചിട്ടില്ല അത്. പക്ഷേ ഈ 2 പോസ്റ്റുകൾ നമ്മുടെ ഗസറ്റഡ് പോസ്റ്റ് കൂടിയാണ്. നമ്മുടെ CGLന്റെ എക്സാംസിലുള്ള ഗസറ്റഡ് പോസ്റ്റ് കൂടിയാണ് ഈ 2 പോസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ പക്ഷേ ഇത് ഈ 2 വർഷമായിട്ട് വിളിച്ചിട്ടില്ലെന്നുള്ളത് നിങ്ങൾ അറിഞ്ഞിരിക്കും. ഈ ഫ്യൂച്ചറിൽ ചിലപ്പം വിളിക്കാം, ചിലപ്പോൾ ഇനി വേറെ രീതിയിലാണോ അവർ ഇനി തൊട്ട് ഈ പോസ്റ്റുകൾ ഫില്ല് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്ന് അറിയില്ല. പക്ഷേ നിങ്ങൾ അറിഞ്ഞിരിക്കും ഇത് നമ്മുടെ CGLന്റെ അണ്ടറിൽ വരുന്ന പോസ്റ്റുകളാണ്. ഉള്ളതിൽ ഏറ്റവും ഹയസ്റ്റ് പേ ലെവൽ വരുന്ന ഏറ്റവും ഹയസ്റ്റ് സാലറി വരുന്ന പോസ്റ്റുകളാണ് ഇതെന്ന് പറയുന്നത്. ഇത് കഴിഞ്ഞാൽ ഇതിൻ്റെ തൊട്ടടിയിലുള്ള പോസ്റ്റുകൾ നമ്മളിലേക്ക് പോവുകയാണെങ്കിൽ അസിസ്റ്റന്റ് സെക്ഷൻ ഓഫീസർ വേരിയസ് ഡിപ്പാർട്ട്മെന്റ്സിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. നമ്മുടെ സെൻട്രൽ സെക്രട്ടേറിയറ്റ് സർവീസ്, പാർലമെന്റ്, അതുപോലെ ഇന്റലിജൻസ് ബ്യൂറോ, നമ്മുടെ റെയിൽവേ മിനിസ്ട്രി, നമ്മുടെ എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്ട്രിയിൽ, അതുപോലെ നമ്മുടെ എയർഫോഴ്സ് ഹെഡ്ക്വാർട്ടേഴ്സിൽ, ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫർമേഷൻ മിനിസ്ട്രിയിൽ, ബാക്കിയുള്ള മിനിസ്ട്രീസിൽ, നമ്മുടെ സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്ട് ടാക്സസിൽ, സെൻട്രൽ ബോർഡ് ഓഫ് ഇൻഡയറക്ട് ടാക്സസ് ആൻഡ് കസ്റ്റംസിൽ, ഇങ്ങനെയൊക്കെ ഒരുപാട് ഡിപ്പാർട്ട്മെന്റ്സിൽ. പിന്നെ നമുക്കിവിടെ വരുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും നമ്മുടെ ഇൻകം ടാക്സ് ഇൻസ്പെക്ടറിന്റെ പോസ്റ്റ് ഉണ്ട് സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്ട് ടാക്സസിൽ, ഇൻസ്പെക്ടർ സെൻട്രൽ എക്സൈസ് ഇൻസ്പെക്ടറിന്റെ പോസ്റ്റ് ഉണ്ട് സെൻട്രൽ ബോർഡ് ഓഫ് ഇൻഡയറക്ട് ടാക്സസ് ആൻഡ് കസ്റ്റംസിൽ, അല്ലെങ്കിൽ നമ്മൾ സിമ്പിളായിട്ട് കസ്റ്റംസ് എന്ന് നമ്മൾ പറയുന്ന അതിൽ. അതുപോലെ തന്നെ നമ്മുടെ പ്രിവെന്റീവ് ഓഫീസർ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും വൈറ്റ് യൂണിഫോമിലൊക്കെ. അപ്പോൾ അതുണ്ട് നമുക്ക് ഇതേ സെൻട്രൽ ബോർഡ് ഓഫ് ഇൻഡയറക്ട് ടാക്സസ് ആൻഡ് കസ്റ്റംസിൽ. എക്സാമിനറിന്റെ പോസ്റ്റ് ഉണ്ട് സെയിം ഡിപ്പാർട്ട്മെന്റിൽ. അതുപോലെ നമ്മുടെ അസിസ്റ്റന്റ് എൻഫോഴ്സ്മെന്റ് ഓഫീസർ നമ്മൾ എപ്പോഴും ന്യൂസിൽ കേൾക്കുന്ന എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിൽ. അതുപോലെ തന്നെ നമ്മുടെ സബ് ഇൻസ്പെക്ടർ CBI ഒരുപാട് പേരുടെ ഡ്രീം പോസ്റ്റാണ് നമ്മുടെ ഈ CBI ഈ ഒരു പോസ്റ്റ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഇന്ത്യൻ പോസ്റ്റിൽ ഇൻസ്പെക്ടറിന്റെ പോസ്റ്റ്, അതുപോലെ നമ്മുടെ സെൻട്രൽ ബ്യൂറോ ഓഫ് നാർക്കോട്ടിക്സിൽ ഇൻസ്പെക്ടറിന്റെ പോസ്റ്റ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു സാലറി സ്കെയിൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. അതുപോലെ തന്നെ ഇതിൻ്റെയൊക്കെ ഒരു ഏജ് ലിമിറ്റും അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഈ ഏജ് ലിമിറ്റ് ഒക്കെ തന്നെ ജനറൽ കാറ്റഗറിക്ക് ഉള്ളതാണ്. ഓക്കെ, നിങ്ങളൊരു OBC കാറ്റഗറിയാണ് കേട്ടുകൊണ്ടിരിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഈ കാണുന്ന ഏജിൻ്റെ കൂടെ 3 കൂടി ആഡ് ചെയ്തെടുക്കാം. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഇവിടെ 30 ആണെങ്കിൽ നിങ്ങൾക്ക് 33 OBCക്ക്. SC ST ആണെങ്കിൽ നിങ്ങൾക്ക് 5 കൂടി ഇൻക്രീസ് ചെയ്യാം. ഓക്കെ, +5 എന്ന് പറഞ്ഞാൽ 35 എന്ന് നമുക്ക് എടുക്കാൻ പറ്റും. ഇനി ബാക്കിയുള്ള പോസ്റ്റ് തീർന്നിട്ടില്ല, അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ഒരുപാട് പോസ്റ്റുകളാണുള്ളത്. അതിൻ്റെ ചില പോസ്റ്റുകൾ ആഡ് ആവുന്നുമുണ്ട്. ഈ വർഷം നമുക്ക് 2 പുതിയ പോസ്റ്റുകൾ ആഡ് ആയിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ ശ്രദ്ധിക്കണം. ഇനി അടുത്തൊരു പേ ലെവൽ 6ലേക്ക് വന്നാൽ നമുക്ക് അസിസ്റ്റന്റ് സെക്ഷൻ ഓഫീസർ വേരിയസ് മിനിസ്ട്രീസിൽ, ഇതുകൂടാതെ നമുക്ക് എക്സിക്യൂട്ടീവ് അസിസ്റ്റന്റ് സെൻട്രൽ ബോർഡ് ഓഫ് ഇൻഡയറക്ട് ടാക്സസ് ആൻഡ് കസ്റ്റംസിൽ, ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷനിൽ റിസർച്ച് അസിസ്റ്റന്റ് ഉണ്ട്. അതുപോലെ CAGയുടെ ഓഫീസിൽ ഡിവിഷണൽ അക്കൗണ്ടന്റ് ഉണ്ട്. നമ്മുടെ NIA നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയിൽ നമ്മുടെ സബ് ഇൻസ്പെക്ടറിന്റെ പോസ്റ്റ് ഉണ്ട്. നാർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോയിൽ നമ്മുടെ സബ് ഇൻസ്പെക്ടർ ജൂനിയർ ഇന്റലിജൻസ് ഓഫീസറിന്റെ പോസ്റ്റ് ഉണ്ട്. അതുപോലെ നമ്മുടെ ജൂനിയർ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസർ പോസ്റ്റ് ഉണ്ട് നമ്മുടെ മിനിസ്ട്രി ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് പ്രോഗ്രാം ഇംപ്ലിമെന്റേഷനിൽ. ഇതെല്ലാം നമ്മുടെ ലെവൽ 6 അണ്ടറിൽ വരുന്ന പോസ്റ്റിലാണ്. നിങ്ങൾ ഈ സാലറി കണ്ട് കൺഫ്യൂസ് ആവില്ല, ഇത് ബേസിക് പേ ആണ്. ഇതിൻ്റെ കൂടെ അലവൻസുകൾ എല്ലാം ചേർന്ന് കഴിയുമ്പം ഈ ഒരു എമൗണ്ട് നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ ഒരു 80,000 ആ ഒരു 90,000 റേഞ്ചിലേക്ക് വരുവാണ് ചെയ്യുന്നത്. ഇനി
കഴിഞ്ഞിട്ടില്ല. നമ്മൾ പറഞ്ഞാൽ അടുത്ത പേ ലെവൽ 5 വരുമ്പോൾ ഓഡിറ്റർ ആൻഡ് അക്കൗണ്ടന്റിന്റെ പോസ്റ്റുകളുണ്ട് വേരിയസ് മിനിസ്ട്രിയിൽ, CAG ഓഫീസിൽ, വേരിയസ് ഈ പറഞ്ഞ ഡിപ്പാർട്ട്മെന്റ്സിലൊക്കെ ആയിട്ട്. പിന്നെ ഇത് കഴിഞ്ഞാൽ പിന്നെ അടുത്ത പേ ലെവൽ 4 വന്നാൽ നമ്മുടെ പോസ്റ്റൽ അസിസ്റ്റന്റ്, സോർട്ടിംഗ് അസിസ്റ്റന്റ് ഉണ്ട് ഇന്ത്യൻ പോസ്റ്റിൽ, സീനിയർ സെക്രട്ടറിയൽ അസിസ്റ്റന്റ് ഉണ്ട് നമ്മുടെ വേരിയസ് മിനിസ്ട്രിയിലും നമ്മുടെ സെൻട്രൽ ഗവൺമെന്റിലും. അതുപോലെ നമ്മുടെ സീനിയർ അഡ്മിനിസ്ട്രേറ്റീവ് അസിസ്റ്റന്റ് ഉണ്ട് മിലിറ്ററി എഞ്ചിനീയറിംഗ് സർവീസിൽ, നമ്മുടെ ടാക്സ് അസിസ്റ്റന്റ് പോസ്റ്റ് ഉണ്ട് സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്ട് ടാക്സസിലും സെൻട്രൽ ബോർഡ് ഓഫ് ഇൻഡയറക്ട് ടാക്സസ് ആൻഡ് കസ്റ്റംസിലും, നമ്മുടെ സബ് ഇൻസ്പെക്ടറിന്റെ പോസ്റ്റ് ഉണ്ട് സെൻട്രൽ ബ്യൂറോ ഓഫ് നാർക്കോട്ടിക്സിലും. അപ്പോൾ 36 പോസ്റ്റിനെ കുറിച്ചാണ് ഞാൻ ഇപ്പം പറഞ്ഞത്. ആൻഡ് അതിൻ്റെ കേസ് ലിമിറ്റും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ തന്നെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. അപ്പോൾ ഈ ഒരു പേരുകളൊക്കെ വായിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടായിരിക്കും നിങ്ങൾ ഇതിൽ ഏതെങ്കിലുമൊക്കെ നിങ്ങളുടെ ഡ്രീം ഏതാണ്, ഏത് ഡിപ്പാർട്ട്മെന്റ്, ഏത് പോസ്റ്റ് എന്നുള്ളത് ചൂസ് ചെയ്യുക. എന്നിട്ട് നിങ്ങളുടെ പ്രിപ്പറേഷൻസ് എന്ത് ചെയ്യുക, വളരെ നല്ലപോലെ സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ എന്തുകൊണ്ട് SSC CGL എക്സാം എന്നുള്ളതിൻ്റെ ഒരു നല്ല ആൻസർ നിങ്ങൾക്കിപ്പം കിട്ടിയിട്ടുണ്ടായിരിക്കും. അത് നമ്മുടെ ഈ സാലറി വൈസ് ആയാലും ശരി, അലവൻസ് ആംഗിളിലായാലും ശരി, നേരത്തെ പറഞ്ഞ വേരിയസ് ഡിഫറെൻ്റ് ആയിട്ടുള്ള ആ ഒരു പോയിന്റ്സ് വെച്ചുകൊണ്ട് നിങ്ങൾക്കിപ്പോൾ മനസ്സിലായിട്ടുണ്ടായിരിക്കും എന്തുകൊണ്ട് SSC എന്നുള്ളതിൻ്റെ. ഇനി നമുക്ക് ഇതിൻ്റെ പ്രിപ്പറേഷൻ സൈഡിലേക്ക് വന്നാൽ ഓക്കെ, നമുക്ക് 4 ഏരിയയാണ് മെയിനായിട്ട് വരുന്നത്. റീസണിങ്, ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ്, ഇംഗ്ലീഷ്, ജനറൽ അവയർനെസ്. നമ്മുടെ ഇനിഷ്യൽ ഫസ്റ്റ് ഫേസ് ഓഫ് എക്സാമിൽ എല്ലാ എക്സാംസിനും ഇതേ 4 ഏരിയസ് എന്നാണ് മിക്കവാറും എക്സാംസിനൊക്കെ തന്നെ ക്വസ്റ്റ്യൻസ് വരുന്നത്. ആൻഡ് ഇതിൻ്റെ പാറ്റേൺ എന്താണെന്നുള്ളത് നിങ്ങൾക്ക് കാണിച്ചു തരാം. നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി സ്ക്രീൻഷോട്ട് എടുക്കാം. ഇത് കൂടാതെ തന്നെ നമുക്ക് ഈ പറഞ്ഞ പോലെ ഇതിൻ്റെ സെക്കൻഡ് ഫേസ് ഓഫ് എക്സാം വരുമ്പോഴും ഇതെല്ലാം തന്നെ ഉണ്ട്. ഇത് കൂടാതെ നമുക്ക് എക്സ്ട്രാ വരുന്നത് കമ്പ്യൂട്ടറിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ് എക്സ്ട്രാ വരുന്നത്. കമ്പ്യൂട്ടറിൻ്റെ ക്വസ്റ്റ്യൻസ് നമുക്ക് ക്വാളിഫയിങ് ആണ്, അതിൻ്റെ മാർക്ക് നമുക്ക് എടുക്കാറുമില്ല എന്നുള്ളത് അറിഞ്ഞിരിക്കാം. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഏതൊക്കെയാണ് ഈ 6 എക്സാംസ്, എല്ലാവർക്കും എഴുതാൻ പറ്റുന്ന 6 എക്സാം എന്ന് പറയുമ്പോൾ CGL കൂടാതെ CSS ഉണ്ട്, MTS ഉണ്ട്. ഇപ്പം +2 ക്വാളിഫിക്കേഷനുള്ള ഏതൊരാൾക്കും എന്ത് ചെയ്യാൻ പറ്റും, CSL എഴുതാൻ പറ്റും. അതുപോലെ തന്നെ നിങ്ങൾക്ക് SSCയുടെ MTS എഴുതാൻ പറ്റും, CPO എഴുതാൻ പറ്റും, നമ്മുടെ CPO സെൻട്രൽ പോലീസ് ഓഫീസർ, അതുപോലെ നമ്മുടെ GD കോൺസ്റ്റബിൾ എഴുതാൻ പറ്റും, അതുപോലെ സെലക്ഷൻ പോസ്റ്റ് ഉണ്ട്. അപ്പോൾ ഇതിൽ നമ്മുടെ ഈ CPOയും SSC GD ഇത് രണ്ടും നിങ്ങൾക്കറിയാം അത് ഫോഴ്സ് ആയതുകൊണ്ട് തന്നെ അവിടെ ഫിസിക്കൽ സ്റ്റാൻഡേർഡ്സ് കൂടി ഉണ്ട്. ഓക്കെ, അപ്പോൾ ആ ഒരു കാര്യം കൂടി സാറ്റിസ്ഫൈ ചെയ്യണം. ബട്ട് അതർവൈസ് നിങ്ങൾക്ക് ഈ പറഞ്ഞ മിക്കവാറും തന്നെ കേൾക്കുന്ന എല്ലാവർക്കും എന്ത് ചെയ്യാൻ പറ്റും, ഈ 6 എക്സാംസ് ഉറപ്പായിട്ട് എഴുതാൻ പറ്റും. അതിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്താ, ഈ 6 എക്സാംസിൻ്റെ എക്സാം പാറ്റേൺ എന്താണ്, ഓൾമോസ്റ്റ് സെയിം ആണ്. എന്ന് പറഞ്ഞാൽ ക്വസ്റ്റിൻ്റെ കൗണ്ട് ചെറിയ വ്യത്യാസമൊക്കെ ചില എക്സാംസിലുണ്ട്, പക്ഷേ സിലബസ് എക്സാക്ട്ലി സെയിം ആണ്. ഓക്കെ, ഒരേ ഏരിയയിൽ നിന്നാണ് പഠിക്കാനുള്ളത്. ഇപ്പം പെട്ടെന്ന് നിങ്ങൾ കാണുമ്പോൾ ഇപ്പോൾ ഇവിടെ ഞാൻ വേറൊരു എക്സാമ്പിൾ വെച്ചേക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. IBയുടെ ഒരു എക്സാമ്പിൾ ഞാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ CGLന്റെ കൂടെ IBയുടെ വെച്ചേക്കുന്നത് എന്തിനാന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരു കാര്യം കൂടി മനസ്സിലാക്കി തരാൻ വേണ്ടിയാണ്. നമ്മുടെ SSCയുടെ എക്സാംസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുമ്പോൾ SSCയുടെ എക്സാംസ് മാത്രമല്ല നിങ്ങൾക്ക് വേറെയും ഒരുപാട് അതേ ലെവലിൽ വരുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഓർഗനൈസേഷൻ്റെ വേറെയും എക്സാംസ് അറ്റൻഡ് ചെയ്യാൻ പറ്റും. എന്തുകൊണ്ട്, നിങ്ങൾ ഈ IBയുടെ എക്സാം പാറ്റേൺ ഒന്ന് നോക്കിക്കേ. കറണ്ട് അഫയേഴ്സ്, ജനറൽ സ്റ്റഡീസ് നമുക്ക് പഠിക്കാനുള്ള അതേ ജനറൽ അവയർനെസ്സിൻ്റെ ഏരിയ ആണ് അതെന്ന് പറയുന്നത്. നമ്മുടെ ന്യൂമറിക്കൽ ആപ്റ്റിറ്റ്യൂഡ്, നമ്മുടെ മാത്സ്, നമ്മുടെ റീസണിങ്, നമ്മുടെ ഇംഗ്ലീഷ്, ഇതേ ഏരിയ തന്നെ അല്ല SSCയും പഠിക്കാനുള്ളത്. ക്വസ്റ്റിൻ്റെ കൗണ്ടിൽ മാത്രം എന്ത് ചെയ്യുന്നുണ്ട്, ചെറിയ വ്യത്യാസങ്ങൾ വരുന്നുണ്ട്. ബട്ട് അതർവൈസ് നമുക്ക് SSC പഠിക്കാനുള്ള അതേ ഏരിയ ആണ് നമുക്ക് എവിടെയും പഠിക്കാനുള്ളത്. ഈ IBയുടെ ഒക്കെ ACIO പോലത്തെ വളരെ നല്ല പോസ്റ്റുകളിലേക്ക്, അസിസ്റ്റന്റ് കമാൻഡ് ഇൻ്റലിജൻസ് ഓഫീസർ, ഇതേപോലത്തെ നല്ല നല്ല പോസ്റ്റിലേക്ക് നമുക്ക് ഈ പറയുന്ന വിളിക്കുന്ന എക്സാംസിന് പോലും നമ്മുടെ സിലബസ് അല്ലെങ്കിൽ എക്സാമിൻ്റെ ആ ഒരു പഠിക്കാനുള്ള ഏരിയാസ് എന്ത് തന്നെയാണ്, സെയിം തന്നെയാണ്. ഇനി നമുക്ക് ഈ ഒരു ബാക്കിയുള്ള SSC CGL ബാക്കിയുള്ള എക്സാംസിനെ കുറിച്ച് ഞാൻ ഒന്ന് കാണിച്ചു തരുവാണെങ്കിൽ ഇതാണ് നിങ്ങളുടെ SSC CGLന്റെ എക്സാം പാറ്റേൺ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് കാണാൻ പറ്റും 4 ഏരിയാസ്, നമ്മൾ പറഞ്ഞ 4 ഏരിയാസ്, 25 ക്വസ്റ്റ്യൻ വെച്ച്, ഓരോ ക്വസ്റ്റ്യൻ 2 മാർക്ക് വെച്ച് 50 മാർക്ക്, മൊത്തം ഓരോ സെഷനിലും 50 മാർക്ക് വെച്ച്, മൊത്തം 100 ക്വസ്റ്റ്യൻ 2 മാർക്ക് വെച്ച്, മൊത്തം 200 മാർക്ക്. അതിൻ്റെ 1 മണിക്കൂറാണ് നമ്മുടെ ടൈം എന്ന് പറയുന്നത്. ആൻഡ് ഇത് CGLന്റെ മാത്രമല്ല, നമ്മൾ നേരത്തെ പറഞ്ഞ CGL വേണ്ടി പ്രിപ്പയർ ചെയ്താൽ CSSന്റെ Tier 1ന്റെ പാറ്റേൺ ഇത് തന്നെയാണ്, നമ്മുടെ സെലക്ഷൻ പോസ്റ്റിന്റെ Tier 1ന്റെ പാറ്റേൺ ഇത് തന്നെയാണ് എന്നുള്ളത് അറിഞ്ഞിരിക്കാം. ഇനി അടുത്ത SSCയുടെ MTS ഞാൻ ഒന്ന് ചുമ്മാ കാണിച്ചു തരുവാണ്. ഇപ്പോൾ CGLന്റെ പ്രിപ്പറേഷന് വേണ്ടി പറയുന്നെങ്കിലും CGLന്റെ കൂടെ നമുക്ക് ഏതൊക്കെ കൊണ്ടുപോകാന്നുള്ളത് കൂടി നിങ്ങൾ അറിഞ്ഞിരിക്കുക. നമ്മുടെ മാത്സ്, റീസണിങ്, ജനറൽ അവയർനെസ്, ഇംഗ്ലീഷ്, ദ വെരി സെയിം ഏരിയ ആണ് നമുക്ക് പഠിക്കാനുള്ളത്. ക്വസ്റ്റിൻ്റെ കൗണ്ടിങ് മാത്രം നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ വരുന്നുണ്ട്. പക്ഷേ അതർവൈസ് പഠിക്കാനുള്ള ഏരിയ എന്ത് തന്നെയാണ്, സെയിം തന്നെയാണ്. അതുപോലെ SSCയുടെ CPO അതേ ഇംഗ്ലീഷ്, മാത്സ്, നമ്മുടെ റീസണിങ് ആൻഡ് GK. ക്വസ്റ്റിൻ്റെ കൗണ്ടിൽ എന്തുകൊണ്ട് നമ്മുടെ CGLന്റെ ക്വസ്റ്റിന് 25 ക്വസ്റ്റ്യൻ വെച്ചാണ് ചോദിക്കുന്നത്, ഇവിടെ നമുക്ക് 50 ക്വസ്റ്റ്യൻ വെച്ചുണ്ട്. ഇരട്ടി ക്വസ്റ്റ്യൻ ഉണ്ട്. 1 മണിക്കൂറിന് പകരം 2 മണിക്കൂറാണ്. മാർക്ക് 1 മാർക്ക് വെച്ചാണ്. അപ്പോൾ അതേ സെയിം പാറ്റേൺ, പക്ഷേ നമുക്ക് ഈ പറഞ്ഞ ക്വസ്റ്റ്യൻ അതേ സെയിം സിലബസ്, നമുക്ക് അവിടെ ക്വസ്റ്റിൻ്റെ കൗണ്ടിൽ മാത്രം ചെറിയ വ്യത്യാസം. അടുത്ത നമ്മുടെ SSCയുടെ GD ഏറ്റവും ഹ്യൂജ് വേക്കൻസിക്ക് വിളിക്കുന്ന SSCയുടെ അണ്ടറിൽ ഓൾമോസ്റ്റ് 50,000 വേക്കൻസിക്കൊക്കെ വിളിക്കുന്ന ഒരു എക്സാമാണ് SSCയുടെ GD എക്സാം. കാണാൻ പറ്റും അതേ സെയിം ഏരിയ ആണ് പഠിക്കാനുള്ളത്. ക്വസ്റ്റിൻ്റെ കൗണ്ടിൽ മാത്രം നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ചെറിയ വ്യത്യാസങ്ങൾ വരുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞ പോലെ IBയുടെ എക്സാം ഇപ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞു. IB നമുക്കിപ്പോൾ റീസെൻ്റ്ലി വിളിച്ചതാണ്. നമ്മുടെ 10th August ആയിരുന്നു അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് വരുന്നത്. പിന്നെ ഇതുപോലെ തന്നെ നമുക്ക് ഇതൊക്കെയാണ് അതിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ, നിങ്ങൾ അതും അറിഞ്ഞിരിക്കുക. ബിക്കോസ് ഈ പറഞ്ഞ SSCയുടെ എക്സാംസിനൊക്കെ കൂടെ തന്നെ കൊണ്ടുപോകാൻ പറ്റുന്ന ചില എക്സാംസ് ആണ് ഇതേപോലത്തെ എക്സാംസ് എന്ന് പറയുന്നത്. ഇപ്പോൾ SSC എന്ന് പറയുമ്പോൾ SSC മാത്രമല്ല,
എന്നുള്ളതല്ല, നിങ്ങൾക്ക് അതിൻ്റെ കൂടെ തന്നെ വേറെ എക്സാംസ് പ്രിപ്പയർ ചെയ്യാം. ഇനി പ്രിപ്പയർ ചെയ്യാൻ പ്ലാൻ ഉള്ളവർക്ക് വേണ്ടി നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ആദ്യമായിട്ട് പ്രിപ്പയർ ചെയ്യുന്നവർ നിങ്ങൾക്ക് അതിൻ്റെ ഒരു എക്സാം പാറ്റേൺ കൂടാതെ തന്നെ പഠിക്കാനുള്ള ഏരിയാസ് എന്തൊക്കെയാണെന്ന് അറിഞ്ഞിരിക്കണം. സോ നമ്മുടെ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡിൻ്റെ നിങ്ങൾക്ക് പഠിക്കാനുള്ള ഏരിയ ആണ് നിങ്ങൾ ഈ കാണുന്നത്. ഇതാണ് അതിൻ്റെ സിലബസ്, അല്ലെങ്കിൽ ഇതാണ് അതിൻ്റെ പഠിക്കാനുള്ള ടോപ്പിക്സ്, മാത്സിൻ്റെ ടോപ്പിക് അല്ലെങ്കിൽ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡിൻ്റെ ടോപ്പിക്. നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കാം ഫ്യൂച്ചർ പ്രിപ്പറേഷന് വേണ്ടി. അതേപോലെ നമ്മുടെ റീസണിങ്ങിൻ്റെ ഏരിയ ആണ് നിങ്ങൾ ഈ കാണുന്നത്. ഇതൊക്കെയാണ് നമുക്ക് റീസണിങ് ഏരിയയിൽ നിന്ന് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ നമ്മുടെ സിലബസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ, നമ്മുടെ ഏതെങ്കിലും നോട്ടിഫിക്കേഷൻ എടുത്താൽ അതിൻ്റെ സിലബസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഒരു വലിയ പാരഗ്രാഫ് പോലെ ആയിരിക്കും കൊടുത്തേക്കുന്നത്. അപ്പോൾ അത് നമുക്ക് മനസ്സിലാക്കാൻ കുറച്ചുകൂടി ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ടാണ് അതിനെ വളരെ പ്രോപ്പറായിട്ട് ചാപ്റ്റർ ബൈ ചാപ്റ്റർ ആയിട്ട് അതിൻ്റെ ഓർഡറിൽ അതിനെ ലിസ്റ്റ് ചെയ്തേക്കുന്നത്, നിങ്ങൾക്ക് പ്രിപ്പറേഷൻ എളുപ്പമാക്കാൻ വേണ്ടി. അതുപോലെ നമുക്ക് ഇപ്പോൾ ഇംഗ്ലീഷിൽ വരുമ്പോൾ ഇതൊക്കെയാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. ഇംഗ്ലീഷിൻ്റെയൊക്കെ സിലബസ് നമ്മൾ ഈ നോട്ടിഫിക്കേഷൻ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അവിടെ എഴുതിയേക്കുന്നത് നിങ്ങൾക്ക് ഇംഗ്ലീഷ് വായിക്കാനും എഴുതാനും അറിയണം എന്നുള്ളതാണ് അവിടെ എഴുതിയേക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ശരിക്കുള്ള അതിൻ്റെ ഒരു സിലബസ് എന്ന് പറയുന്നത് ഇതാണ്. ഇവിടെ നിന്നൊക്കെയാണ് നമുക്ക് എക്സാംസിൽ ക്വസ്റ്റ്യൻ വരുന്നത്. അപ്പോൾ അതും നിങ്ങൾ അറിഞ്ഞിരിക്കുക. അതുപോലെ ഫൈനലി നമ്മുടെ GK-യുടെ ഏരിയയിലേക്ക് പോകുമ്പോൾ, ഓക്കെ, നമ്മുടെ ജനറൽ അവയർനെസ്സിൻ്റെ ഏരിയയിലേക്ക് വരുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ GK-യുടെ ഏരിയ എന്ന് പറയുമ്പോൾ ഒരു വളരെ വാസ്റ്റ് ആയിട്ടുള്ള ഒരു ഏരിയ. നമ്മൾ കറണ്ട് അഫയേഴ്സ്, സയൻസ്, നമ്മുടെ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, ഹിസ്റ്ററി, ആർട്സ് ആൻഡ് കൾച്ചർ, ജോഗ്രഫി, എക്കണോമിക്സ്, പൊളിറ്റിക്സ്, സ്ട്രാറ്റജിക്ക്, സ്പോർട്സ്, ഇങ്ങനെ കുറേ കാര്യങ്ങളാണ് നമുക്ക് അവിടെ പഠിക്കേണ്ടി വരുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ആ ഒരു ഏരിയ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി ഉള്ളത്. അപ്പോൾ നിങ്ങൾക്കൊരു ഐഡിയ കിട്ടിയിട്ടുണ്ടായിരിക്കും ഈ ഒരു എക്സാംസിനെ കുറിച്ച്. അപ്പോൾ ഇനി നിങ്ങൾ പ്രിപ്പറേഷൻ കൊണ്ടുപോകുന്ന സമയത്തായാലും നിങ്ങളുടെ ടാർഗറ്റ്സ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇപ്പം ജസ്റ്റ് ഒരു ഐഡിയയ്ക്ക് വേണ്ടി റഫായിട്ട് പറയുവാണെങ്കിൽ, നിങ്ങളുടെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാൻ പ്ലാൻ ഉള്ളവർ നിങ്ങളൊരു ടൈം പ്ലാൻ ചെയ്യുക. എത്ര നാളിൻ്റെ ഇത് സിലബസ് തീർക്കും, എത്ര നാൾ നിങ്ങൾ ഇതിൻ്റെ അഡ്വാൻസ് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യും, നിങ്ങൾ എപ്പം Tier 2 പ്രാക്ടീസ് ചെയ്യും, നിങ്ങൾ മോക്ക് ടെസ്റ്റുകൾ എപ്പം ചെയ്തു തുടങ്ങും എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ആദ്യം ഒന്ന് പ്ലാൻ ചെയ്യുക. ഈ വർഷത്തെ എക്സാം ഡേറ്റ്സ് വെച്ചുകൊണ്ട് അടുത്ത വർഷത്തേക്ക് ആ ഡേറ്റുകളെ എടുത്തുകൊണ്ട് എന്ത് ചെയ്യുക, നിങ്ങൾ റെഫറൻസ് ആയിട്ട് എടുത്തുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ ഒരു പ്രാക്ടീസിന് വേണ്ടിയുള്ള ടൈം പീരീഡ് നിങ്ങൾ പ്ലാൻ ചെയ്യുക. എന്നിട്ട് നിങ്ങൾ ആ ടൈമിനെ ഡിവൈഡ് ചെയ്ത് നിങ്ങൾ പ്ലാൻ ചെയ്യുന്ന അതേ ടൈം ടേബിൾ അനുസരിച്ച് നിങ്ങളുടെ ആ സ്റ്റഡീസ് മുമ്പോട്ട് കൊണ്ടുപോയി ആ സിലബസുകൾ നിങ്ങൾ വെക്കുന്ന ടാർഗറ്റ് അനുസരിച്ച്, ഗോൾ അനുസരിച്ച് കറക്റ്റായിട്ട് തീർക്കാനും ശ്രമിക്കുക. അപ്പോൾ നിങ്ങൾ ഫോക്കസിൻ്റെ ഒരു ഏരിയ പെട്ടെന്നൊന്ന് പറയുകയാണെങ്കിൽ ആദ്യം നിങ്ങൾ സിലബസ് കംപ്ലീഷന് വേണ്ടി ഒരു ടൈം പ്ലാൻ ചെയ്യുക, സിലബസ് കംപ്ലീറ്റ് ചെയ്യുക. സിലബസ് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ ഒരു കാര്യം ചെയ്യണം, ഓരോ ടോപ്പിക്ക് തീർക്കുമ്പോൾ അതിൻ്റെ കൂടെ തന്നെ അതിൻ്റെ ടോപ്പിക് വൈസ് ടെസ്റ്റുകളും ചെയ്തു പോവുക, പ്രീവിയസ് ക്വസ്റ്റ്യൻസും ചെയ്തു പോകുക. അപ്പോൾ നിങ്ങൾക്കൊരു ക്ലിയർ അണ്ടർസ്റ്റാൻഡിങ് കിട്ടും രണ്ട് കാര്യങ്ങളെക്കുറിച്ച്. ഒന്ന്, നിങ്ങൾ പഠിക്കുന്ന ഏരിയ എക്സാമിന് ചോദിക്കുന്നുണ്ടോ, ഏതൊക്കെ ഏരിയയിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വരുന്നത് എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാനും, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ടോപ്പിക്സ്, ഏറ്റവും ടോപ്പ് സ്കോറിംഗ് ടോപ്പിക്സ്, ടോപ്പ് ഫ്രീക്വൻറ്റ് ആസ്ക്ഡ് ഏരിയാസ് ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കാനും, ആൻഡ് ആ ഏരിയ നിങ്ങൾ ഈ ടോപ്പിക് വൈസ് ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾ സ്ട്രോങ് ആണോ എന്നുള്ളത് മനസ്സിലാക്കാൻ നിങ്ങളത് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഇതിന് വേണ്ടി നിങ്ങൾ ആദ്യം ഒരു 3 to 4 months അല്ലെങ്കിൽ ഒരു 5 months 6 months നിങ്ങൾ ആദ്യം ഒരു ടൈം പീരീഡ് വെക്കുക. എന്നിട്ട് ഇതൊന്ന് ശരിയാക്കാൻ നോക്കുക. വൺസ് അതൊന്ന് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ ഒരു 4 months ഒക്കെ ഓക്കെ ആയിരിക്കും എന്ന് തോന്നുന്നു. പക്ഷേ അതൊക്കെ കഴിഞ്ഞ് അതൊന്ന് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ അടുത്ത നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഈ പറഞ്ഞ സെക്ഷണൽ മോക്ക് ടെസ്റ്റുകൾ ചെയ്തു തുടങ്ങാം. സെക്ഷണൽ മോക്ക് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ മാത്സിൻ്റെ മൊത്തം സിലബസ് കവർ ആയെങ്കിൽ മാത്സിൻ്റെ മൊത്തം സെക്ഷൻ്റെ മോക്ക് ടെസ്റ്റ്. അപ്പോൾ നിങ്ങൾക്ക് ഒരു 20 minute 15 minute ഇരിക്കേണ്ടി വരത്തുള്ളൂ. പക്ഷേ അത് ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ നിങ്ങൾ എന്ത് ചെയ്ത് പോകണം, നിങ്ങളുടെ Tier 2 വേണ്ടിയുള്ള പ്രിപ്പറേഷൻ കൂടി സ്റ്റാർട്ട് ചെയ്യും വേണം. നിങ്ങൾ ഈ സെക്ഷണൽ മോക്ക് ടെസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങളുടെ വീക്ക് ഏരിയ ഏതൊക്കെയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. ആ വീക്ക് ഏരിയ പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി ഒരു സമയം മാറ്റി വെക്കുകയും വേണം. അപ്പോൾ നിങ്ങൾക്ക് ആ ചെറിയ ടെസ്റ്റുകൾ ഒരുപാട് സമയം കൊടുക്കേണ്ടി വരത്തില്ല. വീക്കായിട്ടുള്ള ഏരിയ ഐഡന്റിഫൈ ചെയ്യുക, പ്രാക്ടീസ് ചെയ്യുക, കൂടെ Tier 2 കൂടി പ്രിപ്പയർ ചെയ്യുക. അതിനുവേണ്ടി നിങ്ങൾ സമയം മാറ്റി വെക്കണം. ലൈക്ക് ഒരു 2 months 3 months അതിനുവേണ്ടി കറക്റ്റായിട്ട് നിങ്ങൾ മാറ്റി വെക്കുക. ഓക്കെ, അതിനുശേഷമാണ് നിങ്ങൾ പിന്നെ ഇതിലേക്ക് പോകേണ്ടത്. നിങ്ങളുടെ ഫൈനലി മോക്ക് ടെസ്റ്റുകൾ സ്റ്റാർട്ട് ചെയ്യേണ്ടതും, ഓരോ മോക്ക് ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ വീക്കായിട്ടുള്ള സെക്ഷൻസ് ഉണ്ടെങ്കിൽ ആ സെക്ഷൻസ് കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടതും, നിങ്ങളൊരു ടാർഗറ്റ് സ്കോർ എത്ര വെക്കേണ്ടി എന്നുള്ളത് പ്രീവിയസ് കട്ട് ഓഫ് വെച്ച് പ്ലാൻ ചെയ്യേണ്ടതും. അതുപോലെ തന്നെ നിങ്ങൾ ഇതൊക്കെ ചെയ്യുമ്പോൾ നിങ്ങളുടെ ട്രാക്ക് നിങ്ങൾ കീപ്പ് ചെയ്തോണം. നിങ്ങൾ എത്രത്തോളം പ്രോഗ്രസ് ആയി, നിങ്ങൾക്ക് എത്രത്തോളം മാർക്ക് കിട്ടുന്നുണ്ട്, നിങ്ങൾ ഈ ടാർഗറ്റിനേക്കാളും എത്ര ദൂരം നിൽക്കുകയാണ്, ഇനി എത്രത്തോളം പ്രാക്ടീസ് ചെയ്ത് അച്ചീവ് ചെയ്യാൻ പറ്റും, അതിന് എത്ര സമയം ഇനി ബാക്കിയുണ്ട് എന്നുള്ളതൊക്കെ നിങ്ങൾ തന്നെ ഒരു എന്താ പറയുക, ഒരു പ്രോഗ്രസ് റിപ്പോർട്ട്, ഒരു ട്രാക്കോ നിങ്ങൾ കീപ്പ് ചെയ്യണം നിങ്ങളുടെ പ്രോഗ്രസ് അറിയാൻ വേണ്ടി. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ പ്രിപ്പറേഷനിലേക്ക് വരുമ്പോൾ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഒരു ബ്രീഫായിട്ട് നിങ്ങൾ കൊണ്ടുപോകേണ്ട ഒരു രീതി എന്ന് പറയുന്നത്. അപ്പോൾ ഐ ഹോപ്പ് ആദ്യമായിട്ട് പ്രിപ്പയർ ചെയ്ത് തുടങ്ങുന്നവർ നിങ്ങൾക്ക് ഈ ഒരു കാര്യങ്ങളൊക്കെ തന്നെ മൈൻഡിൽ വെച്ചുകൊണ്ട് നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും മോട്ടിവേഷനായിട്ട് എടുക്കേണ്ട കാര്യങ്ങളൊക്കെ മോട്ടിവേഷനായിട്ട് എടുത്തുകൊണ്ട് ഈ പറഞ്ഞ ടൈം ഒട്ടും ലാഗ് വരാതെ, ലൈക്ക് ഇനി ഒരു 4 മാസം കഴിഞ്ഞിട്ട് പഠിച്ചു തുടങ്ങാം എന്ന് വിചാരിക്കുമ്പോൾ അത്രയും സമയം പോയിട്ടുണ്ട്. അതിൻ്റെ ഒരുപാട് പേര് അത്രയും സമയം പഠിച്ചിട്ടുണ്ടായിരിക്കും എന്നുള്ളത് നമ്മൾ വിചാരിച്ചോണം. അപ്പോൾ അത്രയും നമ്മൾ ഒരു ഡേ പോലും കളയാതെ നിങ്ങൾ എന്ത് ചെയ്യുക, ഡെഫിനറ്റ്ലി നിങ്ങളുടെ പ്രിപ്പറേഷൻ എത്രയും പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്യുക. നിങ്ങൾക്ക് ഞാൻ നേരത്തെ പോലെ നിങ്ങളൊരു ഗോൾ പ്ലാൻ ചെയ്യുക, ദാറ്റ് ഈ പോസ്റ്റ് ഈ ഡിപ്പാർട്ട്മെൻറ്റാണ് എനിക്ക് വേണ്ടി. എന്നിട്ട് അതിനുവേണ്ടി നിങ്ങൾ വർക്ക് ചെയ്യുക, നല്ലപോലെ വർക്ക് ചെയ്യുക. ഉറപ്പായിട്ട് നിങ്ങൾക്ക് അതിലേക്ക് അച്ചീവ് ചെയ്യാൻ പറ്റും. അത് എത്രയും പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു അത്രയും നല്ലപോലെ നിങ്ങൾക്ക് അത്രയും നല്ല മാർക്കോടെ നിങ്ങൾക്ക് അത്രയും സ്മൂത്തായിട്ട് വലിയ ടെൻഷൻസ് ഒന്നും ഇല്ലാതെ കിട്ടുമോ എന്നൊരു ടെൻഷൻ ഒന്നും ഇല്ലാതെ ഉറപ്പായിട്ടും കിട്ടും. അത് എത്ര നല്ലപോലെ നിങ്ങൾക്ക് അച്ചീവ് ചെയ്യാൻ പറ്റും, എത്ര സ്മൂത്തായിട്ട് അച്ചീവ് ചെയ്യാൻ പറ്റും, എത്ര ഈസി ആയിട്ട് അച്ചീവ് ചെയ്യാൻ പറ്റും എന്നുള്ള രീതിയിൽ നിങ്ങളുടെ പ്രിപ്പറേഷൻ കൊണ്ടുപോകാൻ. അതിന് വേണ്ടി നിങ്ങൾ എത്രയും പെട്ടെന്ന് നിങ്ങൾ എന്ത് ചെയ്യണം, അത് സ്റ്റാർട്ട് ചെയ്യണം. ഓക്കെ, ഇനി
നിങ്ങൾ പ്രിപ്പയർ ചെയ്ത് തുടങ്ങുന്നവർ. അപ്പം നമ്മുടെ ഈ വർഷം അവസാനത്തോടെ നമുക്ക് ആ കലണ്ടറും കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാവും. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാം. ഇനി നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്ത് തുടങ്ങുന്നവർ, ആദ്യമായിട്ടൊക്കെ പ്രിപ്പയർ ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ എൻട്രിയിലായാലും നിങ്ങൾക്ക് വേണ്ടി ബാച്ചസ് ഉണ്ട്. നിങ്ങൾക്ക് ആ ബാച്ചസിൻ്റെ കൂടെ ജോയിൻ ചെയ്തും പ്രിപ്പയർ ചെയ്യാം. SSC മാത്രമല്ല, SSC ആയാലും റെയിൽവേ എക്സാംസിനായാലും നിങ്ങൾക്ക് ബാങ്ക് എക്സാംസിനായാലും ഒക്കെ തന്നെ നിങ്ങൾക്ക് ബാച്ചസ് ഉണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇപ്പം കുറച്ച് ലോങ് ടേം എടുത്ത് നിങ്ങൾ ഈ ഒരു ഏരിയാസ് എല്ലാം കൂടി ഒരുമിച്ച് ഫോക്കസ് ചെയ്യാനാണെങ്കിൽ, എന്ന് ഞാൻ സെൻട്രൽ ഗവൺമെൻറ് എക്സാംസ് എല്ലാം കൂടി ഒരുമിച്ച് കുറച്ച് ലോങ് ടൈം എടുത്ത് പ്രിപ്പയർ ചെയ്യാൻ പ്ലാൻ ഉള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി സെൻട്രൽ ഗവൺമെൻറ് ഫൗണ്ടേഷൻ ബാച്ചസും ഉണ്ട്. അവിടെ നമുക്ക് SSCയും ബാങ്കും റെയിൽവേയും 3 എക്സാംസിന് വേണ്ടി ഒരുമിച്ച് പ്രിപ്പയർ ചെയ്ത് പോകാൻ പറ്റും. അപ്പം കുറച്ചുകൂടി സമയം എടുത്ത് പ്രിപ്പയർ ചെയ്യാനുള്ള ഒരു ചാൻസ് ആണ് നിങ്ങൾക്ക് അവിടെ കിട്ടുന്നത്. അപ്പോൾ ഏകദേശം നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്നത് ഏകദേശം ഒരു 2-2.5 ലക്ഷം വേക്കൻസിക്ക് ആയിരിക്കും പ്രിപ്പയർ ചെയ്യുന്നത്. എന്തുകൊണ്ട് SSC ഓൾമോസ്റ്റ് ഒരു വർഷം 1 ലക്ഷത്തോളം വേക്കൻസി വിളിക്കാറുണ്ട്. റെയിൽവേ കഴിഞ്ഞ വർഷം മാത്രം ഒരു 89,000 വേക്കൻസിക്ക് വിളിച്ചിട്ടുണ്ട്. 89,000 വേക്കൻസി. അത് ബാങ്ക് എക്സാംസ്, മേജർ ബാങ്ക് എക്സാംസ് മാത്രം ഏകദേശം ഒരു 56,000 വേക്കൻസിക്കാണ് വിളിച്ചേക്കുന്നത്. പക്ഷേ അത് കൂടാതെ വേറെയും അല്ലാതെ പ്രൈവറ്റ് ബാങ്കുകൾ വിളിക്കുന്നതും പിന്നെ ചെറിയ വേക്കൻസിക്കൊക്കെ വിളിക്കുന്ന ഒരുപാട് ഇമ്പോർട്ടൻറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്. നബാർഡും സെബി അങ്ങനെയുള്ള വേക്കൻസി എല്ലാം കൂടി എടുക്കുകയാണെങ്കിൽ നമ്മുടെ ബാങ്ക് എക്സാംസ് എല്ലാം കൂടി അറൗണ്ട് ഒരു 70,000 വേക്കൻസിക്കാണ് വിളിച്ചേക്കുന്നത്. സോ ഇതെല്ലാം കൂടി എടുക്കുമ്പോൾ ഏകദേശം 2.5 ലക്ഷത്തിന് മേളിൽ വേക്കൻസിക്കാണ് ഓവറോൾ നമ്മുടെ SSC ബാങ്ക് റെയിൽവേ എക്സാംസ് ഒരു വർഷം വിളിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അതിനെല്ലാം കൂടി കുറച്ചുകൂടി സമയം എടുത്ത് ഒരുമിച്ച് ഇത് 3 കൂടി കോമൺ ഏരിയ ഒക്കെ ഒരുമിച്ച് കവർ ചെയ്ത് പിന്നെ ബാക്കി കോമൺ അല്ലാത്ത ഏരിയകൾ സെപ്പറേറ്റ് കവർ ചെയ്ത് പിന്നെ ആ ഒരു ഇന്റർമീഡിയറ്റ് ലെവലിൽ നിങ്ങളുടെ വീക്ക് ആയിട്ടുള്ള ഏരിയസ് ഒക്കെ കവർ ചെയ്ത് പിന്നെ നിങ്ങളുടെ അഡ്വാൻസ് എക്സ്പേർട്ട് ലെവലിൽ വന്ന് പ്രാക്ടീസ് ഒക്കെ ചെയ്ത് മെയിൻസ് എക്സാമിന് വേണ്ടി പ്രാക്ടീസ് ചെയ്ത് സെക്കൻഡ് എക്സാംസിന് വേണ്ടി പ്രാക്ടീസ് ചെയ്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങളുടെ പ്രിപ്പറേഷൻ മുമ്പോട്ട് നിങ്ങൾക്ക് കൊണ്ടുപോകാം. അപ്പോൾ ഇതിനെക്കുറിച്ചൊക്കെ കൂടുതൽ അറിയണമെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്യാം, 8714764666. അപ്പോൾ ആദ്യമായിട്ട് പ്രിപ്പയർ ചെയ്ത് തുടങ്ങുന്നവർ ഡെഫിനറ്റ്ലി നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. നിങ്ങൾക്ക് അതിനെക്കുറിച്ച് ചോദിച്ച് മനസ്സിലാക്കുക. നിങ്ങൾക്ക് ആപ്റ്റ് ആയിട്ടുള്ള ബാച്ചസിൽ ജോയിൻ ചെയ്യുക. ഈവൻ നിങ്ങൾ വർക്കിംഗ് പ്രൊഫഷണൽ ആണെങ്കിലോ ഇപ്പം പാസ് ഔട്ട് ആയവരാണെങ്കിലോ ഡേ ടൈം വേറെ ക്ലാസ്സസോ വേറെ എന്തെങ്കിലും ചെയ്യുന്നവരാണെങ്കിൽ പോലും ഈവനിങ് ടൈമിൽ ഉള്ള ബാച്ചസിലേക്ക് ജോയിൻ ചെയ്തുകൊണ്ടൊക്കെ നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യാം. അപ്പോൾ അതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ വേണ്ടി നിങ്ങൾക്ക് ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്ത് അതിനെക്കുറിച്ച് ചോദിച്ച് മനസ്സിലാക്കി നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ആപ്റ്റായിട്ടുള്ള ബാച്ചസിൽ ജോയിൻ ചെയ്ത് നിങ്ങൾക്ക് നിങ്ങളുടെ പ്രിപ്പറേഷൻസ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഐ ഹോപ്പ് നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ തന്നെ ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നിങ്ങൾ ഈ ഒരു വീഡിയോയിലേക്ക് വന്നപ്പോൾ തന്നെ നിങ്ങളൊരു ഫസ്റ്റ് സ്റ്റെപ്പ് എടുക്കുകയാണ് കൈൻഡ് ഓഫ് ഇതിനെക്കുറിച്ച് അറിയാനും പ്രിപ്പയർ ചെയ്യാനും നിങ്ങളുടെ ഫ്യൂച്ചർ ബെറ്റർ ആക്കാൻ വേണ്ടി. അത് നിങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യുക, നല്ല സമയം കൊടുത്താണ് നല്ലപോലെ ചെയ്യുക. നിങ്ങൾക്ക് ഉറപ്പായിട്ട് നല്ലൊരു ജോലിക്ക് എത്താൻ പറ്റട്ടെ എന്ന് ഞാൻ നിങ്ങളെല്ലാവരെയും വിഷ് ചെയ്യുന്നു. നമുക്ക് ഫ്യൂച്ചറിൽ ഇതിനെക്കുറിച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അപ്ഡേറ്റ്സ് ഒക്കെ വരുന്ന സമയത്തും ഇതിൻ്റെ സ്റ്റഡി പ്ലാനും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് നിങ്ങൾക്ക് ഇവിടെ വീണ്ടും മീറ്റ് ചെയ്യാം. താങ്ക് യു.